ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എത്ര പേരുണ്ട്? 7 നമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. അത് കലീൽ സാറും കൂടെ ഉൾപ്പെടുന്നതാന്ന് തോന്നുന്നല്ലേ? അവിടെ ജലാലുണ്ടോ? ഹബീബ ഇല്ലേ? ഹബീബ കേരളത്തിലെ ക്ലാസ്സിലെ അല്ലേ? 7 അല്ല 8 ഉണ്ട്. 8 ഉണ്ടോ? ഹബീബ ഉണ്ടോ? സ്റ്റുഡൻസിനെ നമുക്കറിയാം. നമുക്ക് ഇന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ എന്തായിരുന്നു? കഴിഞ്ഞ തവണ പറഞ്ഞ ആരെയെ കുറിച്ച് എന്തുവായിരുന്നു? പേഴ്സണാലിറ്റി, നമ്മുടെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ അതായിരുന്നു പറഞ്ഞത്. ഇത് സൈക്കോസോഷ്യൽ. നമ്മള് ഒരു പേഴ്സണാലിറ്റിക്കകത്ത് നമ്മൾ പറയുന്നു, ഫ്രോയിഡ് പറയുന്നു സൈക്കോസെക്ഷൽ പറയുമ്പോൾ. എന്നാൽ ഇദ്ദേഹം എറിക് എറിക്സൺ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹം ഫ്രോയിഡിന്റെ ശിഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം ഫ്രോയിഡിന്റെ ആശയങ്ങളുമായിട്ട് അവർ തമ്മിൽ ചില വാദഗതികൾ, അതായത് അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാതാകുകയും അദ്ദേഹം പറഞ്ഞു, അല്ല, സെക്ഷൽ ഡിസയർ മാത്രമല്ല ഒരു ആളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നത്, ബട്ട് അതായത് എൻവയോൺമെന്റൽ ഫാക്ടർ, ആ കുട്ടി വളരുന്ന സാഹചര്യവും ആ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്, ഈഗോ ഐഡന്റിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നൊരു തിയറിയാണ് ആര് പറഞ്ഞത്? എറിക്സൺ പറഞ്ഞത്. അപ്പം അതാണ് സോഷ്യൽ. അതും തിയറി, മോശം തിയറി ഒന്നല്ല, നല്ല തിയറിയാണ്. എറിക്സന്റെ നമ്മൾ പ്രാക്ടിക്കൽ നമ്മുടെ കൗൺസിലിംഗ് മേഖലയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. സൈക്കോസോഷ്യൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർന്നാണ് നമ്മൾ കൗൺസിലിങ്ങിലോട്ട് പോകുന്നത്. നമ്മൾ ഫ്രോയിഡിനെ നമ്മൾ പറഞ്ഞത് ഒരു ബേസ് ആണ് അല്ലെ? അതിൽ നിന്നാണ് എന്തായാലും ആദ്യം പല ആശയം, ഞാനിങ്ങനെ ചെറിയ ചെറിയ ഫ്രേസുകളൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല, പിന്നെ അളമുട്ടിയ ചേരയും കടിക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറെ കൊച്ചു ഫ്രേസ് ഒക്കെ, ഇതൊക്കെ ഉണ്ടാക്കിയവര് ഫസ്റ്റ് ഇത് മെനഞ്ഞെടുത്തവര്, ക്രിയേറ്റ് ചെയ്തവര് അല്ലെ? അവരുടെ ബുദ്ധി ഒന്ന് ആലോചിച്ചേ. ആ അവൈലബിലിറ്റി, അതായത് അവർക്ക് വലിയ സോഴ്സ് ഒന്നും ഇല്ല, പക്ഷെ അവരുണ്ടാക്കിയെടുത്ത ഓരോ ഫ്രേസിനും എത്ര ഡെപ്താണ് അർത്ഥം, എത്ര ഡെപ്തിലോട്ടാണ് അത് കയറി പോകുന്നത്. ഇന്നും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല, പിന്നെ അളമുട്ടിയ ചേരയും കടിക്കും, ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ എത്ര കറക്റ്റ് ആയിരുന്നെന്ന് ഞാൻ ആലോചിക്കും. അപ്പൊ അവർ അത്രത്തോളം ഫിലോസഫിക്കലായിട്ട് അല്ലെങ്കിൽ ചിന്തിച്ച് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമായിരിക്കാം. അപ്പൊ എന്തിനും ആരായാലും അത് ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവരുടെ അശ്രാന്ത പരിശ്രമം ഉണ്ടായിരിക്കും, വെറുതെ ചെയ്തൊന്നുമല്ല. അപ്പൊ നമ്മള് സൈക്കോസോഷ്യൽ എന്ന് പറയുമ്പോൾ അതിനെ തുടർന്നുണ്ടായ ബേസിൽ നിന്നുണ്ടായ ഒരു തിയറിയാണ്. നോക്കാം. For a concept to be psychosocial means it relates to one's psychological development and interaction with a social environment. അപ്പോൾ ഒരു വ്യക്തി സോഷ്യൽ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഫസ്റ്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അമ്മയുമായിട്ടാണ്. സെക്കൻഡ് വീട്ടിലെ ആരൊക്കെ ഉണ്ടോ, പപ്പ, പിന്നെ അവര് ഗ്രാൻഡ് പേരൻസ്, ഗ്രാൻഡ് മദർ, പിന്നെ അങ്ങനെയുള്ള റിലേറ്റീവ്സ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുട്ടി കുറച്ചും കൂടെ പുറത്തോട്ട്, അതായത് പുറത്തുള്ള ആൾക്കാരുമായിട്ട്, നെയ്ബേഴ്സും ഒക്കെ ആയിട്ട് അറ്റാച്ച്മെന്റ് വരുന്നു. ഇവിടെ എല്ലാം ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഇന്ററാക്ഷൻ അതായത് ഇന്ററാക്ട് ചെയ്ത് അവരായിരിക്കുന്ന എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഘടകം പേഴ്സണാലിറ്റിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എറിക്സന്റെ പഠിത്തം. ഇൻവോൾവിംഗ് ബോത്ത് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. അപ്പം ഒരു മനുഷ്യൻ, നമ്മൾ പറയുന്നു സോഷ്യൽ ബീയിങ് ആണ് അല്ലെ? നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്, സോഷ്യലൈസേഷൻ ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ പറ്റത്തില്ല. ഇതിലാരെങ്കിലും സോഷ്യോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, സോഷ്യോളജിക്കകത്ത് മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് എപ്പോഴും ഒരു ഇന്ററാക്ഷൻ, അതായത് സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഘടകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു മനുഷ്യനെ ആശ്രയിക്കാതെ സമൂഹത്തിൽ നിലനിൽക്കാൻ പാടാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് എറിക്സൺ പറയുന്നത് ഇറ്റ് വാസ് ഫസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ സൈക്കോളജിസ്റ്റ് എറിക് എറിക്സൺ ഇൻ ഹിസ് സ്റ്റേജസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ്. അതായത് അദ്ദേഹം തന്റെ സോഷ്യൽ ഡെവലപ്മെന്റൽ സ്റ്റേജിലൂടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മനുഷ്യനെ, അവന്റെ പേഴ്സണാലിറ്റിയെ, അവന്റെ എൻവയോൺമെന്റും, സോഷ്യലായിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റും അവനെ ബാധിക്കുന്നു, അവന്റെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു തിയറിയാണ് സൈക്കോസോഷ്യൽ. നെക്സ്റ്റ്, എറിക്സന്റെ പിക്കൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ? ഓക്കെ.
എറിക് എറിക്സൺ തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യലി കേട്ടോ. നെക്സ്റ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോൺ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ സൈക്കോളജി. സൈക്കോളജിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു തിയറിയാണ്. ഹി ബിലീവ്ഡ് ദാറ്റ്, എൻ്റെ കണ്ണ് നിറയുന്നു കേട്ടോ. ഹി ബിലീവ് ദാറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്സ് സീരീസ് ഓഫ് സ്റ്റേജ്. വെരി ഗുഡ്, താങ്ക് യു. എനിക്ക് കണ്ണ് ഇങ്ങനെ സംസാരിക്കുന്നപ്പോഴേ സ്ക്രീനിലോട്ട് നോക്കിയപ്പോൾ കണ്ണിനകത്തൊന്ന് വെള്ളം വന്നത് അവിടെ വന്ന് തടസ്സപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ദാറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്സ് ഇൻ എ സീരീസ് ഓഫ് സ്റ്റേജസ്. അതായത് ഒന്നുമില്ല, അതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നില്ല, ഒരു സീരീസ് ഓഫ് സ്റ്റേജസ്. നമ്മൾ ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി, ജെനിറ്റൽ സ്റ്റേജ്, ഈ സ്റ്റേജസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ എറിക്സണും ഒരു സ്റ്റേജസ്, മനുഷ്യന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിനെ പല സീരീസ് ആയിട്ട് തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എറിക്സൺസ് തിയറി ഡിസ്ക്രൈബ്സ് ദി ഇമ്പാക്ട് ഓഫ് സോഷ്യൽ എക്സ്പീരിയൻസ് അക്രോസ് ദി ഹോൾ ലൈഫ് സ്പാൻ. മൊത്ത ജീവിത ചക്രത്തില് ഈ സോഷ്യൽ എൻവയോൺമെന്റ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് അവരെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അതിനകത്ത് സെന്റൻസ് ബൈ സെന്റൻസ് കൊടുത്തേക്കുന്നേ ഉള്ളൂ. വൺ ഓഫ് ദി മെയിൻ എലമെന്റ്സ് ഓഫ് എറിക്സൺസ് സൈക്കോസോഷ്യൽ സ്റ്റേജസ് തിയറി ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഈഗോ ഐഡന്റിറ്റി. കേട്ടോ, ഈഗോ ഐഡന്റിറ്റി ആണ് ഇതിനകത്ത് വരുന്നത്. ഓരോ സ്റ്റേജിലും നോക്കാതെ എന്താ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ മനസ്സിലാവും. ഈഗോ ഐഡന്റിറ്റി ഈസ് ദ കോൺഷ്യസ് സെൻസ് ഓഫ് സെൽഫ് ദാറ്റ് വി ഡെവലപ്പ് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ കോൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഈഗോ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതായത് കോൺഷ്യസ് സെൻസ് ഓഫ് സെൽഫ്, നമുക്ക് ബോധതലത്തിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു സെൽഫ്, അതാണ് ഈഗോ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നോക്കാം, അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അടുത്ത സ്റ്റേജസ് പറയുമ്പോൾ നല്ല വ്യക്തമായിട്ട് എന്താണ് ഈഗോ ഐഡന്റിറ്റി എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു എറിക്സൺ അവർ ഈഗോ ഐഡന്റിറ്റി ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. ആരോ വിളിക്കുന്നു, ഒരു മിനിറ്റ്. Changing due to a new experience and information we acquire in our daily interactions with others. എങ്ങനെ ഈ ഈഗോ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? എല്ലാത്തിനകത്തും എല്ലാം ബേസിക് ആയിട്ട് പറയുന്നത് മനുഷ്യനുമായിട്ട് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുക. അവര് ഇന്ററാക്ട് ചെയ്ത് ഒരു കിട്ടുന്ന അത് എന്താ, ഓരോ സീരീസിലും ഓരോ സ്റ്റേജസിലും മാറിക്കൊണ്ടിരിക്കും. ഓരോ സ്റ്റേജിലും ഓരോന്നാണ് ഈഗോ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അത് മാറിക്കൊണ്ടിരിക്കും. അത് എങ്ങനെയായിരിക്കും? എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇൻഫർമേഷൻ വി അക്വയർ, നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഡെയിലി ലൈഫിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ വിത്ത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഓരോ ലൈഫ് സ്പാനിൽ നമ്മൾ കടന്നു പോവുകയും നമ്മൾക്ക് കിട്ടുന്ന ഒരു അവയർനെസ് ആണത്. നോക്കാം, ഈ ആൾസോ ബിലീവ്ഡ് ദാറ്റ് എ സെൻസ് ഓഫ് കോമ്പീറ്റൻസ് ആൾസോ മോട്ടിവേറ്റ്സ് ബിഹേവിയേഴ്സ് ആൻഡ് ആക്ഷൻസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സെൻസ് ഓഫ് കോമ്പിറ്റൻസ്, ഒരു മത്സരം, കോമ്പിറ്റൻസ് ഉണ്ട് അല്ലെ, ആൾസോ മോട്ടിവേറ്റ്സ്. ഇവിടെയും നമ്മളെ എന്ത് ചെയ്യുന്നു? മോട്ടിവേറ്റ്സ് ബിഹേവിയർ ആൻഡ് ആക്ഷൻസ്. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പ്രവൃത്തിയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മനുഷ്യരിൽ എപ്പോഴും ഒരു മത്സരബുദ്ധിയും അല്ലെങ്കിൽ ഒരു ആർജവത്വവും എല്ലാം നമ്മളിലുണ്ട്. അതിലൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ഓരോ മനുഷ്യനോട് തമ്മിൽ ബന്ധപ്പെട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന പുതിയ പുതിയ അറിവുകളുടെ ബലത്തിൽ ഉണ്ടായി എടുക്കുന്ന ഒരു കാര്യത്തിനെയാണ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആണ് ഈഗോ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും മെയിൻ കൺസെപ്റ്റ് ഈഗോ ഐഡന്റിറ്റി ആണ് കേട്ടോ. ഈച്ച് സ്റ്റേജ് ഇൻ എറിക്സൺ തിയറി ഈസ് കൺസേൺഡ് വിത്ത് ബിക്കമിങ് competent in an area of the life. Each stage builds upon the successful competition. അത് കംപ്ലീഷൻ, അതായത് ഓരോ സ്റ്റേജിലും നമ്മൾ പഴയത് പറഞ്ഞ പോലെ ഓരോ ഈഗോ ഐഡന്റിറ്റി ഉണ്ട്. അത് നമ്മൾ അച്ചീവ് ചെയ്ത് അത് നമ്മൾ നേടിയെടുത്ത് പുതിയ സ്റ്റേജിലേക്ക് കയറും. പുതിയ സ്റ്റേജ് നേടാനുള്ള ഈഗോ ഐഡന്റിറ്റി അതും നേടിയെടുത്ത് നെക്സ്റ്റ് സ്റ്റേജിൽ കയറും. ഇങ്ങനെ ഓരോ സ്റ്റേജും ഒന്നിന്റെ തുടർച്ചയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഓരോ സ്റ്റേജിലും എവിടെയെങ്കിലും ഫുൾഫില്ല് ചെയ്യാതിരുന്നാൽ, ഈഗോ ഐഡന്റിറ്റി അച്ചീവ് ചെയ്യാതിരുന്നാൽ, ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം, അച്ചീവ് ചെയ്യാതില്ല, അത് ശരിയായ രീതിയിലല്ലെങ്കിൽ നമ്മളൊരു സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നുണ്ട്. അത് ഫ്രോയിഡും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വേറൊരു വെർഷനാണ്. പേഴ്സൺ വിൽ ഫീൽ എ സെൻസ് ഓഫ് സ്ലൈഡ് മാറ്റിയോ?
അതൊന്ന് പറഞ്ഞു തീർക്കട്ടെ കലീസാണ്. കംപ്ലീഷൻ ഓഫ് ഏർലിയർ സ്റ്റേജ്. അപ്പോൾ ഓരോ പഴയ സ്റ്റേജിന്റെയും ഇപ്പോൾ ഓറൽ സ്റ്റേജിന്റെ ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേജ്. ഇത് രണ്ടും ലിങ്ക്ഡ് ആണ് കേട്ടോ. ഇഫ് ദി സ്റ്റേജ് ഈസ് ഹാൻഡിൽ വെൽ, ദി പേഴ്സൺ വിൽ ഫീൽ എ സെൻസ് ഓഫ് മാസ്റ്ററി. ഒരു സ്റ്റേജ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സെൻസ് എന്ന് പറഞ്ഞാൽ മാസ്റ്ററിയാണ്, നേടിയെടുത്തു എന്നുള്ളത്. ഇഫ് ദ സ്റ്റേജ് ഈസ് മാനേജ്ഡ് പൂർലി, ആ സ്റ്റേജ് ശരിയാവണ്ണം അല്ല മാനേജ് ചെയ്തെങ്കിൽ, ശരിയാവണ്ണം അല്ലത് ഓവർകം ചെയ്ത് അല്ലെങ്കിൽ കയറി വന്നതെങ്കിൽ, ദ പേഴ്സൺ വിൽ എമർജ് വിത്ത് എ ക്രൈസിസ് ഓർ പ്രോബ്ലംസ് ഇൻ ദി ഫ്യൂച്ചർ ലൈഫ്. മനസ്സിലായി? ഫ്യൂച്ചർ ഇത് ഈഗോ ഐഡന്റിറ്റി ശരിയായ രീതിയിലല്ല, അതല്ലെങ്കിൽ മാസ്റ്ററി അല്ല, ശരിയായ രീതിയിൽ അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു പ്യുവർലിയാണ്, അവിടെ ഒരു നല്ല രീതിയിലല്ലായിരിക്കും അത് കംപ്ലീറ്റ് ആകുന്നത്, ആ സ്റ്റേജ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ നല്ല രീതിയിലാണ് പേഴ്സൺ വിൽ ഫീൽ എ സെൻസ് ഓഫ് മാസ്റ്ററി ആണ്. ഇപ്പുറത്ത് നെക്സ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിൽ ഫീൽ ഒരു പ്യുവർലി സ്റ്റേജ്, പ്യുവർലി സെൻസ് ഓഫ് പ്യുവർലി അല്ലെ, ഒന്നുമില്ല. അപ്പം the person will emerge with a crisis or problems in the future that serve as the future turning point in development. ഇത് ഫ്യൂച്ചറിൽ ഞാനത് നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. കൗൺസിലിംഗ് വരുമ്പോൾ ചൈൽഡ്ഹുഡ് ഒക്കെ നമ്മൾ കയറി പോകുന്നത് ഇത് നമ്മുടെ പ്രധാനമായിട്ട് ഒരു പേഴ്സന്റെ പേഴ്സണാലിറ്റിയെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ ഓരോ സ്റ്റേജിലെയും സീരീസ് ഓഫ് സ്റ്റേജിലെ ഈഗോ ഐഡന്റിറ്റി എങ്ങനെയാണ് അവൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിന് ഓവർകം ചെയ്തിരിക്കുന്നത്, എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഓവർകം ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടോ, ആ മാസ്റ്ററി ആണോ ആ സ്റ്റേജിൽ നേടിയെടുത്തത് അതോ അല്ലാതെയാണോ കയറി വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവർ തമ്മിൽ കണക്റ്റഡുമാണ്. അതാണ് എറിക്സൺ പറഞ്ഞത്. ഇനി നമുക്ക് സ്റ്റേജസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് സൈക്കോ സോഷ്യൽ സ്റ്റേജിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഈഗോ ഐഡന്റിറ്റി, അതായത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ് ഈഗോ ഐഡന്റിറ്റിയുടെ ബേസിലാണ് പറയുന്നത്. ഇത് നമ്മുടെ ചെറിയ സ്റ്റേജാണ്, വളരെ ചെറിയ ഇൻഫൻസി സ്റ്റേജ് ആണ്. ഇതിന് പറയുന്ന ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഈഗോ ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. ഏജ് പഠിച്ചിരിക്കണം കേട്ടോ. ബർത്ത് ടു 18 months ആണ്. ഫ്രോയിഡിനെ പോലെ അല്ല, ബർത്ത് ടു 18 months എന്നാണ്. ഏജ് അല്ല, നിങ്ങൾ കറക്റ്റ് പഠിച്ചിരിക്കണം. ഈഗോ ഐഡന്റിറ്റി ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ക്യാൻ ഐ ട്രസ്റ്റ് ദി വേൾഡ്? ഇവിടെ ഉണ്ടാകുന്ന വെച്ച് എനിക്ക് ഈ ലോകത്തെ വിശ്വസിക്കാൻ പറ്റുമോ? ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എറിക് എറിക്സൺ തിയറി സെന്റേഴ്സ് അക്രോസ് ദി ഇൻഫന്റ്സ് ബേസിക് നീഡ്സ്. ഇത് എറിക്സൺ പറയുന്നത് ഇൻഫന്റിന്റെ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ, ഇൻഫൻസി സ്റ്റേജിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അവന്റെ ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ബ്രസ്റ്റ് ഫീഡ്. എറിക്സൺ ഫ്രോയിഡ് പറഞ്ഞു ബ്രസ്റ്റ് ഫീഡിങ് ബീങ് മെറ്റ് ബൈ ദി പേരൻസ്. അവന്റെ ഫസ്റ്റ് നീഡ് മെറ്റ് ചെയ്യുന്ന ആരിൽ കൂടിയാണ്? പേരൻസിൽ കൂടിയാണ്. ആൻഡ് ദിസ് ഇന്ററാക്ഷൻ, ആദ്യം ഇന്ററാക്ട് ചെയ്യുന്നത് ഇന്ററാക്ഷൻ ആണ്. നിങ്ങൾ മറന്നു പോയത് സോഷ്യലാണ്. അപ്പൊ ഇന്ററാക്ഷൻ ആണ്, ഹ്യൂമൻ ഇന്ററാക്ഷൻ. ഫസ്റ്റ് എന്ന് പറയുന്നത് പേരൻസ് ആണ്. അപ്പൊ ഇന്ററാക്ട് ചെയ്തിട്ട് ലീഡിങ് ടു എ ട്രസ്റ്റ് ഓർ മിസ്ട്രസ്റ്റ്. അവർക്ക് എന്തോ ഉണ്ടാകുന്നത്? ഈ ഇന്ററാക്ഷൻ ശരിയാണെങ്കിൽ ഉണ്ടാകുന്ന ഈഗോ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ട്രസ്റ്റ്, അല്ലെങ്കിൽ ശരിയായില്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ഉണ്ടാകും. നോക്കാം. ട്രസ്റ്റ് ആസ് ഡിഫൈൻഡ് ബൈ എറിക്സൺ ഈസ് ആൻ എസെൻഷ്യൽ ട്രൂത്ത്ഫുൾനെസ് ഓഫ് others as well as a fundamental sense of one's own trustworthiness. അതായത് ഇപ്പൊ നമുക്ക് അതിനകത്ത് പറയുന്നത് ട്രൂത്ത്ഫുൾനെസ്, an essential truthfulness of others as well as a fundamental sense of one's own trustworthiness. അതായത് നമുക്ക് ഇപ്പൊ അമ്മ കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകുന്നു, അമ്മ നോക്കുന്നില്ല. കുഞ്ഞു നോക്കുമ്പോൾ അമ്മയില്ല, കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകുന്നു. കുഞ്ഞിനെ ഇട്ടിട്ട് വേറെ എന്തെങ്കിലും, അവൻ കരയുന്ന സമയത്തില്ല, വേണ്ട സമയത്ത് അവന് പാല് കിട്ടുന്നില്ല, വേണ്ട സമയത്ത് അവനെ ശ്രദ്ധിക്കുന്നില്ല, വേണ്ട സമയത്ത് അവനുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, കൊഞ്ചിക്കുന്നില്ല. ഇന്ററാക്ഷൻ അവിടെ ലോസ് ആവുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്നത് അവിടെ ഒരു സത്യസന്ധമില്ലായ്മ. അതായത് മറ്റുള്ളവര് എന്ന് പറയുന്ന, മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു വിശ്വാസം ഇല്ലായ്മ. ആരും ഈ ലോകമേ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു കൺസെപ്റ്റ് ഈ കുഞ്ഞിനുണ്ടാവും. അതേസമയം കറക്റ്റ് കെയറും കറക്റ്റ് രീതിയിൽ വളരുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് കിട്ടുന്ന ഈഗോ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എറിക്സൺ പറഞ്ഞത് ട്രസ്റ്റ് ആസ് ഡിഫൈൻഡ്. ട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞ എന്താണ്?
ഡിവൈൻഡ് ആസ് ഇസ് ആൻ എസെൻഷ്യൽ ട്രൂത്ത്ഫുൾനെസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ് സത്യസന്ധമായ, അല്ലെ? അതിനകത്ത് അവരെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഒരു കറക്റ്റ് നമുക്കൊരു ഫീൽ ഉണ്ടാകും, മറ്റുള്ളവരെ വിശ്വസിക്കുക, ഇവരെ സത്യസന്ധരാണ് എന്നുള്ളത്. ആസ് വെൽ ആസ് എ ഫണ്ടമെന്റൽ സെൻസ് ഓഫ് വൺസ് ഓൺ ട്രസ്റ്റ്വർത്തിനെസ്. കണ്ടോ, അവരെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ള അതും പിന്നെ നമ്മളിലും ഉണ്ടാക്കിയെടുക്കും, നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കണം. അതായത് കുഞ്ഞിന് മറ്റുള്ളവരൊന്നും ഇല്ല, അതായത് മറ്റു ലോകങ്ങളില്ല, സോഷ്യലൈസ് ചെയ്യാൻ മറ്റു ആൾക്കാരില്ല. വളരെ ചുരുങ്ങിയ ലോകത്തിൽ ഒരു കുഞ്ഞ് ഇൻഫൻസി സ്റ്റേജ് ബർത്ത് ടു 18 months എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റിനകത്ത് അവന് കുഞ്ഞ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന പേരൻസുമായിട്ടാണ്, പ്രത്യേകിച്ച് അമ്മയുമായിട്ടാണ്. അപ്പൊ അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കെയർ ടേക്കർ അവനെ മോശമായിട്ടാണ് നോക്കുന്നതെങ്കിൽ ചില വേലക്കാരിയത്തുകൾ കുഞ്ഞുങ്ങളെ ഇട്ട് കരയിക്കും. കരഞ്ഞ് 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 കുഞ്ഞിലുണ്ടാകുന്ന ഒരു മിസ്ട്രസ്റ്റ് ആയിരിക്കും. ഈ ലോകവേ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവൻ എത്തിച്ചേരും. അങ്ങനെയും ഉണ്ടാകാറുണ്ട് കേട്ടോ, അമ്മ മാത്രമല്ല. ടു കം ഔട്ട് ഓഫ് ദി സ്റ്റേജ് ഇൻ ഗുഡ് സൈക്കോളജിക്കൽ ഹെൽത്ത്, എ ബേബി മസ്റ്റ് അച്ചീവ് എ പ്രോപ്പർ ബാലൻസ് ഓഫ് ട്രസ്റ്റ്. കണ്ടോ, ഇത് നല്ല രീതിയിൽ അവനെ ഓവർകം ചെയ്യണമെങ്കിൽ, സൈക്കോളജിക്കൽ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഈ സ്റ്റേജ് ഓവർകം ചെയ്യണമെങ്കിൽ ഈ കുഞ്ഞിനൊരു എന്ത് ചെയ്യണം, ബാലൻസ് വേണം. ഏതില്? ട്രസ്റ്റില്. വിച്ച് അലോസ് ഇൻറ്റിമസി. കണ്ടോ, അതവിടെ ഒരു ഇൻറ്റിമസി. ഇത് എവിടെയാ ഉണ്ടാകുന്നത്? ഇത് ട്രസ്റ്റ് ഇല്ലാതെ മിസ്ട്രസ്റ്റ് ആയിട്ട് വളരുന്ന കുട്ടികള് അഡൽട്ട് ലൈഫ് വരുമ്പോഴും ഫാമിലി വരുമ്പോഴും ഈ ട്രസ്റ്റ് ഇല്ലായ്മ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ട്രസ്റ്റ് ഇല്ലായ്മ കുഞ്ഞായിരിക്കുമ്പോൾ അവനിൽ പതിഞ്ഞത് എന്താണ്? ഈഗോ ഐഡന്റിറ്റി. ഈ ലോകം ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ആരും നല്ലവരല്ല, ആരും സത്യസന്ധരല്ല, എല്ലാവരും വഞ്ചനയുള്ളവരാണ്, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറെ കൺസെപ്റ്റ് ഇവന്റെ മനസ്സിൽ ഉണ്ടാകും. വിച്ച് അലൗസ് ഇൻറ്റിമസി ഓവർ മിസ്ട്രസ്റ്റ്. അപ്പോൾ എന്താണ്? അവരിൽ ഉണ്ടാക്കുന്ന ഒരു ബാലൻസ് ഉണ്ടാകും, ട്രസ്റ്റ് ബാലൻസ് ഉണ്ടാവും. വിച്ച് പെർമിറ്റ് സെൽഫ് പ്രൊട്ടക്ഷൻ. കണ്ടോ, അപ്പം നമ്മള് മിസ്ട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകുന്നത്? മിസ്ട്രസ്റ്റ് ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ആരെയും വിശ്വസിക്കും, നമ്മളെ സൂക്ഷിച്ചേ പറ്റൂ. ആരും നമ്മളെ സൂക്ഷിക്കാനില്ല, ആരും നമ്മളെ വിശ്വസിക്കാനില്ല, ആരും നമ്മൾക്കൊരു വിശ്വസ്തരല്ല എന്നുള്ളവർ വരുമ്പോൾ എന്തോ വിച്ച് പെർമിറ്റ് സെൽഫ് പ്രൊട്ടക്ഷൻ. നമ്മളെ നോക്കിയേ പറ്റത്തോളൂ എന്നൊരു തലത്തിലേക്ക് എത്തുന്നു, അല്ലേ? ഇവിടെ എറിക്സന്റെ ഫസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിലെ ആദ്യത്തേലാണ് ഏത്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അത് ഇൻഫൻസി സ്റ്റേജ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജ്. ആ പിക്ക് നോക്കിയേ നിങ്ങൾ, ആ പിക്ക് ഒന്ന് കാണിച്ച്. കണ്ടോ, കുഞ്ഞിനെ കളിപ്പിക്കുക, ഇന്ററാക്ട് ചെയ്യുന്നത്. കുഞ്ഞിന് പല ഇന്ററാക്റ്റീവ് സ്റ്റേജസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. If trust predominates, children develop what Erikson calls the virtue of hope. കണ്ടോ, ട്രസ്റ്റ് ആണ് പ്രീഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അവനൊരു ഹോപ്പ് ഉണ്ടാകും. ബിലീവ് ദാറ്റ് ദെയർ നീഡ്സ് വിൽ ബി മെറ്റ്. അവൻ വിശ്വസിക്കുന്നത് എൻ്റെ നീഡെല്ലാം മീറ്റായി, അതെല്ലാം മെറ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ നേടിയെടുത്തിട്ടുണ്ട്, അത് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നൊരു രീതിയിലേക്ക് അവൻ വരുന്നു. ആൻഡ് ദെയർ വിഷസ് ക്യാൻ ബി അറ്റൈൻഡ്. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കെയർ ടേക്കർ ആണെങ്കിൽ കെയർ ടേക്കർ എന്നെ നല്ലതുപോലെ നോക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ അവന്റെ വിഷ് അവിടെ ഫുൾഫിൽ ആകുന്നുണ്ട്. ദി ചൈൽഡ് റിലേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേൾഡ്, ദി ചൈൽഡ്സ് റിലേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേൾഡ് ആൻഡ് സൊസൈറ്റി കം ഫ്രം ദ പാരന്റ്സ് ആൻഡ് ദെയർ ഇന്ററാക്ഷൻ വിത്ത് ദി ചൈൽഡ്. കണ്ടോ, ദി ചൈൽഡ്സ് റിലേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേൾഡ്. ചൈൽഡ് എങ്ങനെയാണ് ലോകത്തെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തെ എങ്ങനെ മനസ്സിലാക്കുന്നത്? കം ഫ്രം പേരൻസ് ആൻഡ് ദെയർ ഇന്ററാക്ഷൻ. അവര് മാതാപിതാക്കളോട് ഇന്ററാക്ട് ചെയ്ത് അവരിലൂടെയാണ് അവർ ആ ലോകത്തെ മനസ്സിലാക്കി എടുക്കുന്നത്. ഇഫ് ദി പേരൻസ് എക്സ്പോസ് ദി ചൈൽഡ് ടു വാംത് റെഗുലർലി, അവന് നല്ല കെയർ വാംതായിട്ട് ശരിയാവണ്ണം റെഗുലറായിട്ട് കെയർ കൊടുക്കുന്നെങ്കിൽ, ആൻഡ് ഡിപ്പെൻഡബിൾ അഫെക്ഷൻ, ദി ഇൻഫൻസ് വ്യൂ ഓഫ് ദി വേൾഡ് വിൽ ബി വൺ ഓഫ് ദി ട്രസ്റ്റ്. കണ്ടോ, ശരിക്കും അതിനകത്ത് ആ സെന്റൻസിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റാണ്, നല്ല രീതിയിലാണ് വാംത്ത്, നല്ല രീതിയിലാണ് അവനെ നോക്കുന്നത്, നല്ല രീതിയിലാണ് അവനെ ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞിനുണ്ടാകുന്നത് ട്രസ്റ്റാണ്. എന്നാൽ തീർത്തും ഓപ്പോസിറ്റ് ആണ് മിസ്ട്രസ്റ്റ് വരുന്നത്. ഓക്കെ,
അടുത്ത ട്രസ്റ്റ് enables an infant to let the mother out of sight because she has become an inner certainty as well as an outer predictability. കണ്ടോ, ഇപ്പൊ അമ്മ ഇത്തിരി അങ്ങോട്ട് മാറിപ്പോയാലോ അല്ലെങ്കിൽ അമ്മ കാഴ്ചയിൽ നിന്ന് മാറിപ്പോയാലോ അവനൊരു നല്ല ഉറപ്പുണ്ട്. എന്തുവാണ്, എൻ്റെ അമ്മ എൻ്റെ അടുക്കെ ഉണ്ട്, എൻ്റെ അമ്മ എനിക്ക് എപ്പോഴും എന്താണ് നമ്മൾ പറയത്തില്ല, അവൈലബിൾ ആണ്, എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു ബോധമാണ് ഈ കുഞ്ഞിന് ഉണ്ടാക്കിയെടുക്കുന്നത്. ട്രസ്റ്റ് എനേബിൾസ് ആൻ ഇൻഫന്റ് ടു ലെറ്റ് ദി മദർ ഔട്ട് ഓഫ് സൈറ്റ് ബിക്കോസ് ഷി ഹാസ് ബിക്കം ആൻ ഇന്നർ സെർട്ടണിറ്റി ആസ് വെൽ ആസ് ആൻ ഔട്ടർ പ്രഡിക്റ്റബിലിറ്റി. കണ്ടോ, ആ അവളുടെ നിഗമനം അല്ലെങ്കിൽ അവൾക്കൊരു സെർട്ടണിറ്റി ഉണ്ട്. ട്രസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റ് വരുന്നത് ട്രസ്റ്റ് അങ്ങനെ ഉള്ള ഒരു തലത്തിലേക്ക് കുഞ്ഞിനെ എത്തിക്കുന്നത്. ട്രസ്റ്റ് ആണ് ഇവനിൽ ഉണ്ടായി എടുക്കുന്നെങ്കിൽ ലെറ്റ് ദി മദർ ഔട്ട് ഓഫ് സൈറ്റ് ബിക്കോസ് ഷീ ഹാസ് ബിക്കം അൻ ഇന്നർ സെർട്ടനിറ്റി. അവർക്ക് പരസ്പരം ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അമ്മയ്ക്കും ഉണ്ട് കുഞ്ഞിനും ഉണ്ട്. രണ്ടുപേരും തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെ മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അവിടെ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും ആ ചൈൽഡ് ട്രസ്റ്റിലേക്ക് വരത്തില്ല. ദിസ് സെൻസ് ഓഫ് ട്രസ്റ്റ് യൂഷ്വലി എക്സ്റ്റെൻഡ്സ് ടു പേരൻസ്, സിബ്ലിങ്സ് ആൻഡ് അതേഴ്സ്. കണ്ടോ, പിന്നീട് ഈ ട്രസ്റ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വരുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നു ടു പേരൻസ്, സിബ്ലിങ്സ്, ഇളയ കുട്ടികളോട്, പിന്നെ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോട്, ആൻഡ് അതേഴ്സ് ഇൻ ദി ഇൻഫൻസ് ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. അവന്റെ ചുറ്റുപാടുകൾ പിന്നെ പതുക്കെ ചെറിയതിൽ നിന്ന് പരിധി വളർന്ന് അടുത്ത തലത്തിലേക്ക് അടുത്ത ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും. അറ്റാച്ച്മെന്റ് മേ ബി എക്സ്പ്രസ്ഡ് ഇൻ സ്മൈലിംഗ്. എങ്ങനെയൊക്കെ ആയിരിക്കും അവർ അറ്റാച്ച് എക്സ്പ്രസ്, ചിരിക്കും, കുഞ്ഞ് ചിരിക്കും, പിന്നെ ബബ്ലിംഗ്, ശബ്ദം ഉണ്ടാക്കും, ക്ലൈംബിംഗ് ടു ദി മദർ, അമ്മയുടെ അടുക്കലേക്ക് ഓടി വരികയും കയറുകയൊക്കെ ചെയ്യും, ആൻഡ് ക്രൈങ് വെൻ ദി മദർ ലീവ്സ്. അമ്മ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ കരയുകയും ചെയ്യും. ഇതൊക്കെ പറഞ്ഞു ആരോ ഒരാളും ഒരു തിയറി ആയിട്ട് അങ്ങോട്ട് തലേ കേറുന്നില്ല. ബാക്കിയും കൂടി കേൾക്കുമ്പോൾ റെഡി ആവുമായിരിക്കും. പിന്നെന്താ, ഇത്രയും മനസ്സിലാക്കിയാൽ മതിയെന്നേ. നിങ്ങൾ ഇത് ഈ സെന്റൻസ് ഒന്നും കണ്ട് പേടിക്കല്ലേ, ഇതിനെ കണ്ടന്റ് ആക്കി പറയാന്നേ ഉള്ളൂ. ഇത് സെന്റൻസ് നമ്മള് PPT പ്രസന്റേഷന് വേണ്ടി മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇത് മൊത്തം കൂടെ വായിച്ച് നിങ്ങൾ തലയിലൊന്നും കേട്ടണ്ട. ഞാനങ്ങ് വായിച്ചു പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇതിനകത്ത് ഇത്രയും മതി. എന്തുവാ ഈഗോ ഐഡന്റിറ്റി, എന്തുവാ ഫസ്റ്റ് സ്റ്റേജ് ബർത്ത് ടു 18 months. അതിനകത്ത് ഇൻഫൻസി സ്റ്റേജ് ആണത്. അതിനകത്ത് വരുന്ന എന്തുവാണ്, ട്രസ്റ്റ് ഒന്നുണ്ടാകുന്നു അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ഉണ്ടാകുന്നു. ട്രസ്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാ, അമ്മ കുഞ്ഞുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടാൽ, അല്ലെങ്കിൽ കെയർ ടേക്കർ, സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ഒരു വ്യക്തി ആദ്യത്തെ സോഷ്യലൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പൊ അമ്മയായിട്ട് കുഞ്ഞ് ഇന്ററാക്ട് ചെയ്യുക, പിന്നീട് അത് സിബ്ലിങ്സിലേക്ക്, പപ്പയിലേക്ക്, അടുത്ത ഇതിലെ തലങ്ങളിലേക്ക് മാറും. അപ്പോഴത്തേക്ക് കുഞ്ഞ് നല്ല രീതിയിലാണ് അമ്മ ഈ കുഞ്ഞിനെ നോക്കുന്നതെങ്കിലും നല്ല രീതിയിൽ കുഞ്ഞുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്ററാക്ഷൻ ചെയ്യുന്ന ആ പടം കണ്ടല്ലോ നിങ്ങൾ, അങ്ങനത്തെ കറക്റ്റ് ആണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിക്കുകയും കുഞ്ഞിന്റെ സംസാരം കേൾക്കുകയും കുഞ്ഞിനോട് സംസാരിക്കുകയും കുഞ്ഞിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന എൻ്റെ അമ്മ എപ്പോഴും അവൈലബിളാ, അവളെ വിശ്വസിക്കാൻ കൊള്ളാം, അവൾക്ക് ഇപ്പൊ ഈ ലോകവും വിശ്വസിക്കാൻ കൊള്ളാം. ഈ ഒരു ഈഗോ ഐഡന്റിറ്റി അത് അവൈലബിൾ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവുക, കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോവുക, കുഞ്ഞ് കരഞ്ഞാൽ ശ്രദ്ധിക്കാതിരിക്കുക, കുഞ്ഞിന് വേണ്ട ഭക്ഷണം കൊടുക്കാതിരിക്കുക, കുഞ്ഞുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുക, കുഞ്ഞിനെ കളിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞിന് കിട്ടുന്നത് ഈഗോ ഐഡന്റിറ്റി, മിസ്ട്രസ്റ്റ്. ഇത്രയും മനസ്സിലാക്കുന്നതിന് പ്രയാസമുണ്ടോ ജമാൽ? ഓക്കെ, ഇപ്പം ക്ലിയർ ആയി. അതെനിക്ക് തോന്നുന്നു നമ്മളെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നു. അതെ, ഞാനത് PPT പ്രസന്റേഷൻ ആയതുകൊണ്ട് വായിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വായിക്കേണ്ട സത്യത്തെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇത് ചുമ്മാ വലിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്, ഇതിനകത്തൊന്നുമില്ല. അതാണ് ഷുഡ് ദി പേരൻസ് ഫെയിൽ ടു പ്രൊവൈഡ് എ സെക്യൂർ. ഇതിനെ വലിച്ചിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ചുമ്മാ ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയാണോ, അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും ഒന്ന് വേണ്ടേ, അതിന് പറയുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മൊത്തം കൂടെ അല്ലേ, നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് അല്ലേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ടെക്സ്റ്റ് മൊത്തം വായിച്ചാൽ ചിലപ്പോൾ തലയ്ക്കകത്ത്, ഞാനിപ്പോൾ വന്നിട്ട് ടെക്സ്റ്റ് മൊത്തം ഒന്ന് വായിച്ച് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവൂ? ഒരു കുന്തവും മനസ്സിലാകത്തില്ല. ശ്രദ്ധിക്കുക. അപ്പൊ ഷുഡ് ദി പേരൻസ് ഫെയിൽ, ഞാൻ പറഞ്ഞ ആ വാക്കാണ് വരുന്നത്. ഷുഡ് ദി പേരൻസ് ഫെയിൽ ടു പ്രൊവൈഡ് എ സെക്യൂർ എൻവയോൺമെന്റ് ആൻഡ് ടു മീറ്റ് ദി ചൈൽഡ്സ് ബേസിക് നീഡ്സ്. ചൈൽഡിന്റെ ബേസിക് നീഡ്സ് ഫെയിൽ ആകുന്നെങ്കിൽ അവരെ സെക്യൂർ എൻവയോൺമെന്റ് അല്ലെങ്കിൽ റിസൾട്ട് നീഡ്സ് എ സെൻസ് ഓഫ് മിസ്ട്രസ്റ്റ് വിൽ റിസൾട്ട്. റിസൾട്ട് എന്താണ്? ഒരൊറ്റ സെന്റൻസിനകത്ത് കറക്റ്റ് ഉണ്ട്.
കണ്ടോ? ഈ മിസ്ട്രസ്റ്റ് പ്രീഡോമിനേറ്റ്സ്, മിസ്ട്രസ്റ്റ് ഇനി പ്രീഡോമിനേറ്റ് ചെയ്യുവാണെങ്കിലോ ആ കുഞ്ഞില് ചിൽഡ്രൻ വിൽ വ്യൂ ദി വേൾഡ് ആസ് അൺഫ്രണ്ട്ലി. ഈ ലോകമേ ഒന്നിനും ഫ്രണ്ട്ലി അല്ല, ഈ ലോകം പൊള്ളിക്ക, ഈ ലോകം ഒട്ടും ശരിയല്ല എന്നുള്ളൊരു ആശയമാണ് ഇവന്റെ തലയിൽ കയറുന്നത്. ആൻഡ് പ്രെഡിക്റ്റബിൾ, കണ്ടോ? അൺഫ്രണ്ട്ലി ആണ് അത്. നമുക്കൊരു വല്ലാത്തൊരു അങ്ങനെ ഒരു തോട്ട് ഈ ചൈൽഡിന് അതുകൊണ്ട് ഡെവലപ്പ് ചെയ്യും. അതേമേ become overwhelmed by disappointment and will trouble developing close relationships. നോക്ക് കണ്ടോ? നമ്മുടെ പോയിന്റ് വരുന്നുണ്ടോ? ക്ലോസ് റിലേഷൻഷിപ്പ് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇന്റിമസി കണ്ടിട്ടില്ലെന്നേ, ഇവര് കുഞ്ഞിന് കിട്ടിയില്ല. ആ ഏജിൽ, ആ സ്റ്റേജിൽ അറ്റൈൻ ചെയ്യേണ്ട കാര്യം അറ്റൈൻ ചെയ്തില്ല. അപ്പോൾ ചിലർ കണ്ടിട്ടില്ല ഇൻട്രോവർട്ടായിട്ടൊക്കെ പോകുന്നത്, ചിലര് ആരുമായിട്ട് ഇടപഴകാത്തവര്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയായിട്ട് പോലും അധികം സംസാരിക്കാത്തവര്. ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് വരാൻ കഴിയത്തില്ല. മനസ്സിലായോ? ഡെവലപ്മെന്റ് ഓഫ് മിസ്ട്രസ്റ്റ് ക്യാൻ ലീഡ് ടു ഫീലിംഗ് ഓഫ് ഫ്രസ്ട്രേഷൻ. അല്ല, മിസ്ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ, മിസ്ട്രസ്റ്റ് ആണ് അവിടെ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ, ഈഗോ ഐഡന്റിറ്റി മിസ്ട്രസ്റ്റ് ആണെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആകും, സസ്പീഷൻ ആവും. അയ്യോ, സസ്പീഷനും ഉണ്ട്, കണ്ടോ? എന്തുവാ ഈ കുഞ്ഞ് സംശയത്തോടല്ലേ ഈ ലോകത്തെ നോക്കുന്നത്? അമ്മയില്ല, അമ്മയുടെ പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ കെയർ ടേക്കർ ഇല്ല. അവര് പറ്റിച്ചിട്ട് പോവുക, ഉറക്കിയിട്ടിട്ട് അല്ലെങ്കിൽ തട്ടി അവിടെ കിടത്തിയിട്ട് അവരവരുടെ ജോലിക്ക് പോവുക. അപ്പൊ സസ്പീഷ്യസ്, വിശ്വാസമൊന്നും വരത്തില്ല കേട്ടോ, സംശയമായിരിക്കും, വിട്രോവൽ വരും, ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസും വരും. അയ്യോ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്, കണ്ടോ? നോക്കിയോ നിങ്ങൾ, കോൺഫിഡൻസ് എവിടെയാ ബിൽഡ് ചെയ്ത് വരുന്നതെന്ന് നോക്കിയോ, കണ്ടോ? ഇതൊക്കെ കോൺഫിഡൻസിന്റെ ഏരിയാസ് ആണ് കേട്ടോ, കുഞ്ഞിലേ ഉണ്ടാവും. അതാണ് എറിക്സൺ പറഞ്ഞത്. നെക്സ്റ്റ്, അടുത്ത സൈക്കോ സോഷ്യൽ സ്റ്റേജിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഓട്ടോണമി വേഴ്സസ് ഷെയിം. ഓട്ടോണമി വേഴ്സസ് ഷെയിം 18, അതായത് 18 months to 3 years. 18 months to 3 years ടോട്ടലർ, നമ്മുടെ ആ നടന്നു പോകുന്ന പ്രായം, ടോട്ടലർ സ്റ്റേജ് ഒക്കെയാണ്. അതിനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 18 months to 3 years എന്ന് പറയുമ്പോൾ കുഞ്ഞു പതിയെ 10 മാസം കഴിഞ്ഞു 1 വയസ്സിലോട്ടൊക്കെ ആകുമ്പോൾ കുഞ്ഞു പതിയെ തപ്പിപ്പത്തി നടക്കാൻ തുടങ്ങും, കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും, കോഗ്നീഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന പല കാര്യങ്ങൾ, എഴുതാന്, വായിക്കാന്, വരയ്ക്കാന്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുക, നടക്കുക, ഓടുക ഒക്കെ ചെയ്യുന്ന ആ ഒരു ഏജ് അത്രയും കൂടെ ഉണ്ട്. 18 months to 3 years. 3 years എന്ന് പറയുമ്പോൾ നമ്മൾ LKG ഒക്കെ വിടുന്നതിന് മുമ്പേ ഉള്ള പ്രായം. ഈസ് ഇറ്റ് ഓക്കെ ടു ബി മീ? ഇതിനൊക്കെ ഓക്കെ ആണോ നോക്കാം. ആസ് ദി ചൈൽഡ് ഗെയിൻസ് കൺട്രോൾ ഓവർ എലിമിനേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മോട്ടോർ എബിലിറ്റീസ്. അതായത് നമ്മൾ ഏനൽ സ്റ്റേജ് പഠിച്ചില്ലേ, അത് ഡിസ്കഷൻ നമ്മൾ എന്താണ് പറയുന്നത്, ഫീക്കസ്, അതായത് നമ്മൾ as the child gains control over eliminative functions, അതായത് വിസർജ്യം, പുറത്ത് കളയാം, എലിമിനേറ്റീവ് ഫങ്ഷൻസ്, അത് പേശികളുടെ, നമ്മൾ പറഞ്ഞു ഏനൽസ്, ആ ഏരിയയുടെ പേശികൾ വികസിക്കുക, അതുപോലെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഒരു സ്റ്റേജ്. പിന്നെ അവിടെ സെക്ഷൽ ഡ്രൈവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഡിസയർ, അവിടെയാണ് കൂടുതൽ പ്ലഷർ സീക്കിങ്, അവിടെയാണ്, അവിടോട്ട് നമ്മൾ പോയിന്റ് ചെയ്യുന്നു. ഫോക്കസിങ് ഏരിയ അതാണ്, ഏനലാണ്. ഇതേപോലെ തന്നെ അദ്ദേഹം അത് പറയുന്നെങ്കിലും ഇതിനെ ബേസ് ചെയ്ത് തന്നെ നിന്നോട്ട് പറയാണ്, as the child gains control over eliminative functions and motor abilities. ചലനം തുടങ്ങിക്കഴിയും, ഓടുക, ചാടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. Then they begin to explore their surroundings. പിന്നെ അവരുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാടുകളൊക്കെ കണ്ടിട്ടില്ലേ, നടന്നു കയറുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കയ്യെത്താവുന്ന ദൂരത്ത് വെച്ചേക്കുന്ന സകല സാധനങ്ങൾ പിടിച്ച് താഴെയിടും അല്ലേ? ഇതിനകത്ത് എന്ത് വരുന്നേ? ഓട്ടോണമി വേഴ്സസ് ഷെയിം. ഓർത്തുകൊണ്ടിരിക്കുന്ന ചലനാത്മകമായ ഒരു സ്റ്റേജാണ്, ചലനാത്മകമായ. അയ്യോ, പുറകെ നടന്ന് ചിലർ പറഞ്ഞിട്ടില്ലേ, ഗ്രാൻഡ് മദേഴ്സ് ഒക്കെ പറയും, അയ്യോ എനിക്ക് ഇന്നലെ ഒരു ഗ്രാൻഡ് മദർ UK തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നടക്കുവാ കുഞ്ഞു കേട്ടോ. ഞാൻ നോക്കിയപ്പോണ്ട് കൂകി 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 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 1.5 വയസ്സായതേ ഉള്ളൂ, നടക്കുക, അവിടെ എല്ലാം നടക്കാം, പിടിച്ചു പിടിച്ചൊക്കെ നടക്കാം, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറയേ, സിത്താര എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, പിന്നെ ഇവനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് വയ്യ, അമ്മമ്മ കുഞ്ഞിനെ നോക്കാൻ പോയ, പക്ഷെ അവർക്ക് പറ്റത്തില്ല എന്ന്. കണ്ടോ, ഓടിച്ചാടി നടക്കും, ചലനാത്മകമാണ്. Then they begin to explore their surroundings. Children at this stage like to explore the world around them and they are constantly learning
അബൌട്ട് ദെയർ എൻവയോൺമെന്റ്. അവര് ഓരോ എൻവയോൺമെന്റിനെ കുറിച്ചും ചുറ്റുപാടുമുള്ള സാധനങ്ങളെ കുറിച്ച് മനസ്സിലാക്കും. പിന്നെ അവരുടെ ഓർഗൻസ് തന്നെ അവർ പറയും. നമ്മള് മൂക്ക്, പിന്നെ 1, 2, 3, 4. പിന്നെ മൊബൈലിൽ നോക്കി ഈ 3 വയസ്സുകാരൻ, ഇപ്പുറത്തെ സ്റ്റേജിൽ 3 വയസ്സുകാരനെ എന്താ യൂട്യൂബ് നോക്കി ചാനലൊക്കെ എടുക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ അത് ചെയ്തു പോയിട്ടുണ്ടേ, എല്ലാം അറിയാം. ദ പേരൻസ് വിൽ പ്രൊവൈഡ് എ സ്ട്രോങ് ബേസ് ഓഫ് എ സെക്യൂരിറ്റി ഫ്രം വിച്ച് ദ ചൈൽഡ് ക്യാൻ വെഞ്ചർ ഔട്ട് ഓഫ് ടു അസേർട്ട് ദെയർ വിൽ. അപ്പോഴത്തേക്ക് എന്താണ് പേരൻസ് കൊടുക്കേണ്ടത് ഇവരുടെ ചലനാത്മകതയിൽ? ഞാൻ പണ്ട് പറഞ്ഞേക്കുന്ന പോലെ സ്റ്റെപ്പ് കയറി പോകുന്ന കുഞ്ഞിന്റെ ബട്ടക്സ് നോക്കി ഒരു കൊട്ട് കൊടുക്കുകയല്ല വേണ്ടേ. അപ്പൊ അവിടെ അവൻ അറച്ചു പോകും. അതേസമയം നമ്മൾ ഓട്ടോണമി വേഴ്സസ് ഷെയിം. ഓട്ടോണമി എന്ന് വെച്ചാൽ അവൻ സ്വതന്ത്രമായിട്ട് തൻ്റെതായ അല്ലേ സ്വയം പര്യാപ്തമായി, ഓട്ടോണമസ് എന്ന് പറയുന്നത് സ്വയം പര്യാപ്തത. അപ്പൊ ഓട്ടോണമി, സ്വയം പര്യാപ്തരാകുന്നു, അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകുന്നു. ഞാനിത് ചെയ്യുന്നു, നമ്മളത് കുറ്റപ്പെടുത്തുന്നില്ല, കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക, സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക. അടി കൊടുത്ത് അവനെ തടഞ്ഞു കഴിഞ്ഞാൽ വരുന്ന എന്തോ ഷെയിം. അവൻ ആകെപ്പാടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ല, സെൽഫ് എസ്റ്റീം ഇല്ലാതെ വളരും. അപ്പൊ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒന്നുകിൽ നമുക്ക് കുഞ്ഞിനെ ഈ എല്ലാ കുസൃതിയും കാണിക്കും, ചലന അവർ ഒരു സമയം അടങ്ങിയിരിക്കത്തില്ല, എനർജറ്റിക് ആയിരിക്കും. അപ്പൊ നമുക്ക് അവനെ വേണമെങ്കിൽ അടിച്ച് ഒരു വട്ടം വരച്ചിട്ട് ഈ വട്ടത്തിൽ നിന്ന് എണീക്കരുതെന്ന് പറഞ്ഞൊരു ചൂരിൽ വെച്ച് അടിക്കാം. അതൊന്നും ശരിയല്ല. ഒന്നും ശരിയല്ല, അതൊക്കെ പ്രാകൃതമാണ്. ഒരിക്കലും അത് ചെയ്യരുത്. കുഞ്ഞിനുണ്ടാകുന്ന ജീവിതത്തിലുടനീളം ആ വട്ടത്തിനകത്ത് തന്നെ ഇരിക്കാനാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ പാരൻസ് ചെയ്യേണ്ടത് എന്തുവാണ്? പാരൻസ് വിൽ പ്രൊവൈഡ് എ സ്ട്രോങ് ബേസ് ഓഫ് സെക്യൂരിറ്റി. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെപ്പ് കയറുന്ന കുഞ്ഞിനോട് അമ്മ പിറകിലുണ്ട്, സാരില്ല മോൻ കയറിക്കോ എന്ന് പറയുമ്പോൾ അവന് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം. ഇപ്പൊ ഞാനൊക്കെ ഈ മല കയറുന്നതുകൊണ്ട്, ട്രക്കിങ്ങിന് പോകുന്നതുകൊണ്ട് എനിക്കറിയാം. കുറെ ഗൈഡ് നിൽക്കുമ്പോൾ ഞാൻ ഇത്തവണ പോയപ്പോഴ് ഭയങ്കര തെന്നിക്കിടക്കുന്ന പാറയിൽ കയറുമ്പോൾ മൂക്കടിച്ച് വീണ് കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടത്തില്ല. പക്ഷെ ഗൈഡ് പുറകെ നിൽക്കും. അപ്പൊ എനിക്ക് ഇത്തിരി ഏജ് ഉള്ളതുകൊണ്ട് ഗൈഡ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഗൈഡ് എന്നൊക്കെ ഒരു സ്ലിമ്മാണ്. ഞാനും കാണാൻ വീണ അയാളെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ നട്ടല്ലൊടി. പക്ഷെ ഒടിയത്തൊന്നുമില്ല, അവര് സ്ട്രോങ് ആണ്, മല കയറി നല്ല ശീലമുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാം, അവര് പുറകെ നിൽക്കുമ്പോൾ എനിക്കൊരു ഒരു വിശ്വാസമാണ്. മനസ്സിലായി, അവര് പുറകിലുണ്ട്, എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ വലിഞ്ഞു കയറും. എന്ന് പറയുന്ന പോലെ നമ്മൾ കുഞ്ഞുങ്ങള് കയറി വരുമ്പോ ഇവർക്ക് ഒരു പേടി വരും, ഒരു പേടി. അപ്പൊ പേടി വരുമ്പോഴും അവരെ നമ്മള് പുറയിലുണ്ട് മക്കളെ കയറിക്കോ എന്ന് പറയുമ്പോൾ അവരിലൊരു വിശ്വാസം ഉണ്ടാവും. അയ്യോ കരഞ്ഞു ജമാൽ, ചിരിച്ചു കരഞ്ഞു അല്ലേ? സാരമില്ല, ഞാൻ എൻ്റെ അനുഭവം കൂടെ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് ഞാൻ പെട്ടെന്ന് എൻ്റെ മെമ്മറിയിൽ വന്നതാണ്. പേരൻസ് വിൽ പ്രൊവൈഡ് എ സ്ട്രോങ് ബേസ്, കണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടെ. അല്ലെങ്കിൽ കുഞ്ഞെന്ത് ചെയ്യുന്നറിയാം, ഈ കയറി പോകുമ്പോൾ ഒറ്റയാടി എൻ്റെ പുറകെ നിന്നുണ്ട്. ഞാൻ ഈ മല കയറിയപ്പോഴൊക്കെ ഇപ്പോഴും പോയപ്പോഴും മഴയത്താ കയറി, മഴയത്ത് കയറി. അപ്പോഴും ഗൈഡ് പുറകെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം വേറൊരു ഗൈഡിന്, എന്നെ കാണാത്ത ഒരു ഗൈഡ്, അന്നേരം കണ്ട ഒരു ഗൈഡിന് പറയാ, അയ്യോ കയറുവോ എന്നിങ്ങനെ പറയുന്നു, അവർ തമ്മി പറയുന്നു. അപ്പൊ പറയുന്നുണ്ട്, എൻ്റെ കൂടെ വന്ന് ആ ഗൈഡ് പറയാണ്, ഇല്ല അവർ കയറിക്കോളൂ, ഒരു കുഴപ്പമില്ല, അവർ കയറിക്കോളൂ, അവർക്ക് വെള്ളത്തിന്റെ അവിടെ വരുമ്പോഴേ ഉള്ളൂ ഒരു പേടി. വെള്ളം പേടിയല്ല, തെറ്റി അടിച്ച് മൂക്കടിച്ച് പോയാൽ എൻ്റെ മുഖം മുറത്തില്ല. അപ്പൊ അതേ ഉള്ളൂ, തന്നെ ഒടിഞ്ഞു വീണ് കിടക്കത്തുമില്ലേ, അത്രേ ഉള്ളൂ, അവർ കയറിക്കോളൂ. അപ്പൊ ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർക്ക് കണ്ടോ, നമ്മൾ ഇത്രയും പ്രായം ഉണ്ടായിട്ട് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം അതേപോലെ. അപ്പൊ കുഞ്ഞുങ്ങളിൽ കിട്ടുന്ന ആദ്യ ഇന്ററാക്ഷൻ ഒക്കെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക. സ്ട്രോങ് ബേസ്, കണ്ടോ, സ്ട്രോങ് ബേസ് ഓഫ് സെക്യൂരിറ്റി ഫ്രം വിച്ച് ദ ചൈൽഡ് ക്യാൻ വെഞ്ചർ ഔട്ട് ഓഫ് അസേർട്ട് ദെയർ വിൽ. അവരുടെ മുന്നിൽ വരുന്ന ഏത് കാര്യങ്ങളെയും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മുന്നിലുള്ള ഏതോ കാര്യത്തിനെയും അവര് ഒട്ടോണമസ് ആയിട്ട് സ്വയം പര്യാപ്തരായിട്ട് അവര് അതിനെ എന്ത് ചെയ്യും, കീഴടക്കി മുന്നോട്ട് പോകാൻ പറ്റും. കണ്ടോ, ഒട്ടോണമസ് വേഴ്സസ് അല്ലെങ്കിൽ കിട്ടുന്ന ഷെയിം. നെക്സ്റ്റ് കലൻ സാറേ. Like Freud, Erikson believed that toilet was a vital part of this process. Erikson believed that learning to control one's body functions leads to a feeling of control and a sense of independence. കണ്ടോ, അവനവന്റെ ബോഡി മസിൽസിനെ അവനവനെ തന്നെ നിയന്ത്രിക്കാൻ. ഇപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേജ് ഒക്കെ നമ്മൾ കവർ ചെയ്താലേ, നല്ല രീതിയിൽ കവർ ചെയ്ത് വന്നാല്, അച്ചീവ് ചെയ്ത് വന്നാല് നമുക്ക് പിന്നീട് ജീവിതത്തിലെ ഇമോഷനൊക്കെ റെഗുലേറ്റ് ചെയ്യാന്, ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റുമെന്ന്. കൺട്രോൾ ആൻഡ് സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഒരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസും വരും.
ഫ്രോയിഡ് പറഞ്ഞ പോലെ അതിനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കണക്റ്റഡ് ആണ്. ഒത്തിരി മാറിയൊക്കെ കാര്യങ്ങളൊന്നും അദ്ദേഹം ഇന്ററാക്ഷനും കൂടെ അദ്ദേഹം പറഞ്ഞു സെക്ഷൽ ഡിസയർ മാത്രം ഒന്നുമല്ല ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്രോയിഡ് പറഞ്ഞത് അത്രയും എങ്ങോട്ട് എനിക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ല. എൻവയോൺമെന്റൽ ഫാക്ടർ ഉണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ എന്നുള്ള ആശയം വെച്ചത് ഫ്രോയിഡാണ്. ദ പുഷ് ടുവേർഡ് ഓട്ടോണമി, ഇൻഡിപെൻഡൻസ് ഓർ സെൽഫ് ഡിറ്റർമിനേഷൻ. കണ്ടോ, ഓട്ടോണമി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സെൽഫ് ഡിറ്റർമിനേഷൻ ആണ്, ഇൻഡിപെൻഡൻസ് ആണ്. നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ളത്. നമ്മൾ പറയത്തില്ലേ ഓട്ടോണമസ്, സ്വയം പര്യാപ്ത. സ്വയം പര്യാപ്തതാണ് ഈസ് റിലേറ്റഡ് ടു മച്ചുറേഷൻ. കണ്ടോ, ടോഡ്ലേഴ്സ് ട്രൈ ടു യൂസ് ദെയർ ഡെവലപ്പിംഗ് മസിൽ ടു ഡു എവറിഥിങ്. അപ്പൊ ടോഡ്ലേഴ്സ് എന്താ ചെയ്യുന്നത്? ടോഡ്ലർ, ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, ടോഡ്ലർ എന്ന് പറഞ്ഞാൽ ഈ ഓടി നടക്കുന്ന ചെറിയ പ്രായമുണ്ടല്ലോ, അതിനകത്ത് കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്? യൂസ് ദെയർ ഡെവലപ്പിംഗ് മസിൽസ്. അവരുടെ മസിൽ, കൈയും കാലും ഓടിയും ചാടിയും. അയ്യോ, നമുക്ക് പറ്റുമോ? ഈ കുഞ്ഞുങ്ങൾ ആരെങ്കിലും കാല് കഴിക്കുന്ന അപൂർവമാണ്. കാല് കഴിക്കുന്നെന്നോ പറഞ്ഞു കേട്ടിട്ടില്ല, ക്ഷീണം പറഞ്ഞു കേട്ടിട്ടില്ല. എന്തോരം എനർജിയാ, ഫുൾ എനർജിയാ അവര് അല്ലേ. ഏറ്റവും കൂടുതൽ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് കയ്യിലും കാലിലും ഒന്ന്, കാലിലും കിടന്നൊക്കെ ഓട്ടവും ചാട്ടവും കുത്തിമറിയൊക്കവും. ഒരു സമയം അടങ്ങത്തില്ല, ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നിമിത്തങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ടോളേഴ്സ് ട്രൈ ടു യൂസ് ദെയർ, എന്താണ് അവർ ചെയ്യുന്നത്? ഡെവലപ്പിംഗ് മസിൽസ്, അവരുടെ മസിൽസിനെ ഡെവലപ്പ് ചെയ്യുക. ടു ഡു എവറിഥിങ് ദംസെൽസ്, തന്നെത്താനെ ചെയ്യാൻ അവര് ടോളർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ടു വാക്ക്, നടക്കാൻ. ടു ഫീഡ് ചെയ്യാൻ. ആൻഡ് ഡ്രസ് ദംസെൽസ്. അയ്യോ, ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, പപ്പയുടെ പാൻ്റൊക്കെ വലിച്ചു കയറ്റാൻ നോക്കുക, പപ്പയുടെ ചെരുപ്പിടാൻ നോക്കുക, അമ്മയുടെ ചെരുപ്പിടാൻ നോക്കുക, പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ തിരിച്ചൊക്കെ ഇടും. പിന്നെ നിക്കറൊക്കെ എടുത്ത് തിരിച്ചിടുക. അറിയാൻ വയ്യ, കൈ കയറ്റുന്നിടത്തൂടെ കാല് കയറ്റും, കാല് കയറ്റുന്നിടത്തൂടെ കൈ കയറ്റും. ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ, തന്നെ ഡ്രസ്സ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഒറ്റ അടി കൊടുത്തിട്ട് എന്തോ അഹങ്കാരം കാണിക്കുന്നത് ഈ ചെറുക്കനോ, എന്തോ ഈ കാണിക്കുന്നത്, മാറ്റടാന്ന് പറഞ്ഞ് ഉടുപ്പ് വലിച്ചെടുക്കുകയല്ല വേണ്ടത്. അവനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക, തെറ്റ് കണ്ടുപിടിക്കാൻ സഹായിക്കുക. പിന്നെ അവൻ എന്ത് ചെയ്യുക, കുറച്ച് അവനെ തമാശ കാണിക്കുകയല്ല, അവനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക. അപ്പൊ ഇവൻ ഇവിടെ എല്ലാം ഈ നാച്ചുറലി ഇവൻ ചെയ്യുന്നത് ഓട്ടോണമസ്, അതായത് സ്വയം പര്യാപ്തമാകാൻ, അവൻ ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ ഒരിക്കലും നിങ്ങൾ ആ ഷെയിം അച്ചീവ് ചെയ്യാൻ അവരെ അനുവദിക്കാതിരിക്കുക. ഷെയിം അച്ചീവ് ചെയ്യുന്ന എപ്പോഴും സപ്പോർട്ട് സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് എക്സ്പാൻഡ് ദി ബൗണ്ടറീസ് ഓഫ് ദിയർ വേൾഡ്, അവരവരുടെ ബൗണ്ടറീസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് കണ്ടാലും അതിനകത്ത് എടുത്തു നോക്കുക, കടിക്കുക, കടിച്ച് മനസ്സിലാക്കുക. കണ്ടിട്ടില്ലേ നാരങ്ങ നക്കിയിട്ട് പിള്ളേർ കാണിക്കുന്ന ഭാവങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോരോ എന്തിനേയും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വല്ലതും ഉണ്ടാവും. അപ്പം ഇതിലൂടെ അവർ ഒരു ഇൻഡിപെൻഡൻസി അവിടെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്, ഓട്ടോണമസ് ആകുക. ഡ്യൂറിങ് ദ സ്റ്റേജ് വെർച്യൂ ഓഫ് വിൽ എമർജസ്. ഇവിടെ ഒരു വില്ല് അല്ലെ, അല്ലെങ്കിൽ വില്ലുണ്ടാവും. ദി ഗ്രോയിങ് പവർ, എന്തുവാണ് വില്ലുണ്ടാകുന്നത്? ദി ഗ്രോയിങ് പവർ, അതായത് വളരുന്ന ഓരോ കാര്യങ്ങളിലും പുതിയ അറിവ് നേടി വളരുക. വെർച്യൂ ഓഫ് വിൽ എമർജസ് ചെയ്യുന്നത് ദി ഗ്രോയിങ് പവർ ടു മേക്ക് വൺസ് ഓൺ ഡിസിഷൻ. എന്തിനൊക്കെയാണ്? ടു മേക്ക് വൺസ് ഓൺ ഡിസിഷൻ, അവരൊരു തീരുമാനങ്ങൾ എടുക്കുക. അതായത് ഡിസിഷൻ മേക്കിംഗ്, ഏത് കാര്യത്തിലും ഒരു ഉടുപ്പെടുക്കുമ്പോഴായാലും കുഞ്ഞിലേ തൊട്ട് ശീലിക്കാമെന്നാണ് പറയുന്നത്, വളരെ ചെറുതിലേ തൊട്ട്. മേക്സ് വൺസ് ഓൺ ഡിസിഷൻ ടു അപ്ലൈ വൺ സെൽഫ് ടു ടാസ്ക്, അവരവർ തന്നെ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുക. ആൻഡ് യൂസ് സെൽഫ് റിസ്ട്രെയിൻറ്റ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ആ സപ്പോർട്ട് അനുസരിച്ച് ഇവരിൽ തന്നെ അവർ അതിജീവനം, അതായത് അവർ ആർജിച്ചെടുക്കുന്ന ചില കഴിവുകളുണ്ട്. എന്താ ഗ്രോയിങ് പവർ ടു മേക്ക്, എന്തൊക്കെ പവറുകളാണ് അവർ ചെയ്യുന്നത്? വെർച്യൂ ഓഫ് വിൽ എമർജസ് എന്ന് പറയുന്നത് ഗ്രോയിങ് പവർ ടു മേക്ക് വൺസ് ഓൺ ഡിസിഷൻ ടു അപ്ലൈ വൺ സെൽഫ് ടു ടാസ്ക് ആൻഡ് ടു യൂസ് സെൽഫ് റിസ്ട്രെയിൻ. ഈ നടക്കുന്നതും ഓടുന്നതും ചെരുപ്പിട്ട് നടക്കുന്നതും പിന്നെ അല്ലെങ്കിൽ പാട്ട് പാടുന്നതും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. പുതിയ വാക്കുകൾ വായിക്കുന്നത്, അക്ഷരങ്ങൾ ലെറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ എടുത്തിട്ട് 1, 2, 3 ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇവർക്ക് ഏതാണ്ട് വലിയ കാര്യം കിട്ടിയ കൂട്ടായിരിക്കും പറയും, അവർക്കത് വലുത് തന്നെ കേട്ടോ, നമുക്കതൊന്നും അല്ലേലും. അതുപോലെ സെൽഫ് റിസ്ട്രെയിൻറ്റ്. പിന്നെ ചിൽഡ്രൻ ഹു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദിസ് സ്റ്റേജ് ഫീൽ സെക്യൂർ ആൻഡ് കോൺഫിഡൻറ്റ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞു, അവരവരെ തന്നെ മനസ്സിലാക്കി അവരവരെ തന്നെ കറക്റ്റ് ചെയ്യുകയും അവരവരുടെ ആ തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പരുവമാണ്.
അവരവര് തെറ്റും ഒന്ന് വീഴുമ്പം അവിടുന്ന് പതുക്കെ തട്ടിക്കുടഞ്ഞ് ഒന്ന് കരയും. പിള്ളേർ കണ്ടിട്ടില്ലേ, വീണിട്ട് ഒറ്റ കരച്ചിൽ കരയും. എന്തിനാ കരയുന്നേ? ആരുടെയെങ്കിലും ഒരു ശ്രദ്ധ. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ അനങ്ങാതിരുന്ന ഇച്ചിരി കഴിഞ്ഞിട്ട് തന്നെ തൂത്ത് തുടച്ചും എണീക്കും. നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് കണ്ടാൽ വിത്തുങ്ങൾ കിടന്ന് എന്ത് ചെയ്യും? കാറി കരഞ്ഞോളൂ. ഇതൊക്കെ പിള്ളേരുടെ ബുദ്ധിയാണ്. നമ്മൾ വിചാരിക്കും പിള്ളേർക്ക് ബുദ്ധിയൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷെ പിള്ളേർക്ക് നല്ല ഈ പ്രായത്തിലുള്ള ഈ 3 വയസ്സിലൊക്കെ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ജീൻ പിയാഷയുടെ ഒരു തിയറി ഉണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു തിയറി ഉണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ബുദ്ധിപരമായ ഇപ്പൊ കണക്ക് കൂട്ടലുകള് കുഞ്ഞുങ്ങള് ഈ സ്കീമ ഡെവലപ്പ് ചെയ്യുന്നതിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്കീമ അപ്പൊ ഓരോ കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തും. അതായത് ഞാൻ പറയുന്നത് ഒരു തീപ്പെട്ടി കാണുമ്പോൾ തീപ്പെട്ടി നമ്മൾ എടുത്ത് വെച്ച് കത്തിക്കുക. അത് കുഞ്ഞറിയത്തില്ല എന്തിനുള്ളതാണ് ഈ തീപ്പെട്ടി എന്ന് അറിയത്തില്ല. അപ്പൊ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞിനറിയാം ഇതെന്തിനുള്ളതാണ്, ഇത് കത്തുമ്പോ എന്തോ വരും. അപ്പോഴും ഈ മഞ്ഞ കളർ കണ്ട് കുഞ്ഞെന്ത് ചെയ്യും, അങ്ങോട്ട് കയറി പിടിക്കാൻ ചെല്ലും. പക്ഷെ അവൻ അറിയുന്നില്ല, എന്തറിയുന്നില്ല, ഇത് പൊള്ളുന്ന സാധനം എന്നറിയത്തില്ല. ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ ഇവന് അറിയാം. അപ്പൊ പുതിയ പുതിയ അറിവുകൾ സ്കീമാസ് എന്ന തീയെന്ന് വെച്ചാൽ കൈ പൊള്ളുന്ന സാധനമാണ്. ആദ്യം കിട്ടുന്ന തീയെന്ന് വെച്ചാൽ ഒരയ്ക്കുമ്പം മഞ്ഞ കളറിൽ കത്തുന്നതാണ്. പിന്നെ അവന് കിട്ടുന്ന സ്കീമ തീയെന്ന് വെച്ചാൽ ഇത് പൊള്ളുന്ന സാധനമാണ്. കണ്ടോ? അപ്പൊ ഓരോരോ അറിവുകൾ ഇവർക്ക്. അപ്പൊ ഇവർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിയന്ത്രിക്കാൻ സ്വയം ആത്മനിയന്ത്രണം പാലിച്ച് സെൽഫ് റെസ്ട്രെയിൻഡ് ആയി ചിൽഡ്രൻ ഹു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദി സ്റ്റേജ് ഫീൽ സെക്യൂർ കണ്ടോ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ വരും. സെക്യൂർ ആയിട്ട് വളരും, കോൺഫിഡൻ്റ് ആയിട്ട് വളരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ്. To strike the proper balance, the children need the right amount of control from adults, neither too much control nor too little. ഇപ്പൊ നമ്മൾ പറയാണ് ബാലൻസ്ഡ് കൺട്രോളാ വേണ്ടത്. ഞങ്ങള് ബിബ്ലിക്കൽ ഒരു വേർഡ് ഞാൻ പറയാം, കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങളുടെ അറിവിലുള്ളത് നിങ്ങൾക്കും പറയാം. കുഞ്ഞുങ്ങളെ കുറിച്ച് ഈ ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഒരു വേർഡ് ഉണ്ട്. എന്തുവാ? ബാലനെ വടികൊണ്ടടിക്കാൻ മടിക്കരുത്. അപ്പൊ അടി കുഞ്ഞിന് ആവശ്യമുള്ള സമയമുണ്ട്. കൊച്ചടിയൊക്കെ കൊടുക്കാം കേട്ടോ. കൺട്രോള് ഒരുപാട് ലൂസാക്കി, ടൂ മച്ച് കൺട്രോളും വരരുത്, നോർ ലിറ്റിലും വരരുത്, ടൂ ലിറ്റിലും ആകരുത്. കേട്ടോ, കുറച്ച് കൺട്രോളും കൊടുക്കരുത്. തോന്നിയ വഴിക്കാൻ പോട്ടെ, ഇവിടെ പെർമിസീവിനകത്ത് അൺകൺട്രോൾഡ് പേരന്റിങ് സ്റ്റൈൽ പോലെ അല്ല. ഇവിടെ നമ്മള് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ ആവശ്യത്തിന്. അതോറിറ്റേറ്റീവ് ഉണ്ട്, അതോറിറ്റേറ്റീവ് ആണ്. എന്താണ്? ടൂ മച്ച് കൺട്രോൾ ഇല്ല, ടൂ ലിറ്റിൽ കൺട്രോൾ അല്ല, ബാലൻസ്ഡ് കൺട്രോൾ. തെറ്റ് ശരിയും പറഞ്ഞു കൊടുത്ത് റിപ്പയർ ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഒരു പാരന്റിങ് സ്റ്റൈൽ. അത് ആ രീതിയാണെങ്കിൽ ഇവിടെ ഓട്ടോണമി വരും. അതർവൈസ് ദേ മേ റിബൽ against all rules or to be thrown back on themselves. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നേ, ഈ റൂൾസ് എല്ലാം തെറ്റിക്കും. എഗൻസ്റ്റ് ഓൾ റൂൾസ് എന്തുകൊണ്ടാന്നേ, ഇവരില് നല്ല രീതിയിലാണ് ബാലൻസ്ഡ് ആണെങ്കിൽ ചിൽഡ്രൻ നീഡ് എന്താ ടേക്ക് ദി പ്രോപ്പർ ബാലൻസ്, ശരിയായ രീതിയിൽ വളർത്തുക എന്ന് വെച്ചാൽ എങ്ങനെയാണ്, നീഡ് ദി റൈറ്റ് എമൗണ്ട് ഓഫ് കൺട്രോൾ ഫ്രം അഡൽട്ട്. നീത് കൂടുതലും ആകരുത്, കുറച്ചും ആകരുത്. അതർവൈസ് ദേ മേ റിബൽ എഗൻസ്റ്റ് ഓൾ റൂൾസ്. ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയാൽ ചിലപ്പോൾ അവര് റിബലായി പോകും. പിന്നീട് വളർന്നു വരുമ്പോൾ അനുസരണം ഒട്ടും കാണത്തില്ല, ഒരു റൂളും അനുസരിക്കത്തില്ല. ഓർ ടു ബി ത്രോൺ ബാക്ക്, കാരണം കിട്ടിയ അവസരമല്ലേ, നമ്മുടെ കണ്ണിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അവര് വേണ്ട വഴിക്ക് പോകും. ടു ത്രോൺ ബാക്ക് ടു ഓൺ ദംസെൽസ് ആൻഡ് അവരെ തന്നെ വിട്ടു പോകാനിടയാ. ആൻഡ് ദി ഫിയർ ഓഫ് ലോസിങ് കൺട്രോൾ മേ ഫിൽ ദം വിത്ത് ഇൻഹിബിഷൻസ്, ഡൗട്ട് ആൻഡ് ഷെയിം. അയ്യോ, തന്നെത്താനെ അവര് ഉൾവലിഞ്ഞ് വല്ലാത്തൊരു പ്രകൃതത്തിലേക്ക് പോകും. ഡൗട്ട് വരും, സംശയം വരും, ആൻഡ് ഷെയിം. അവർക്ക് അവരോട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഷെയിമായിട്ട് അവര് വളർന്നു വരും. ടൂ മച്ച് അടിച്ചടിച്ച് ഇല്ലേ, പട്ടാളക്കാര് ഒക്കെ അടിച്ച് വളർത്തുന്ന കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാല് അപ്പനൊക്കെ പട്ടാളത്തിലൊക്കെ ഉള്ളവര് വെളിയിൽ ഇറങ്ങാൻ പറ്റും. അതൊക്കെ വളർന്ന പിള്ളേര് ഒരിക്കലും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല, ഓട്ടോണമസ് ആകത്തില്ല, സ്വയം പര്യാപ്തരാകത്തില്ല. ഇവര് ഷെയിം, ഡൗട്ട്, ഇൻഹിബിഷൻ ഒക്കെ ആയിട്ട് മാറിപ്പോകും. അടുത്തത് ഇൻ എറിക്സൺ സ്റ്റെയിൻസ് ഫെയിലർ ടു അച്ചീവ് ഓട്ടോണമി ഇവോക്സ് ഷെയിം. കണ്ടോ, ഓട്ടോണമി കൊടുത്തില്ലെങ്കിൽ അവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ
ടു അച്ചീവ് അവിടെ നമ്മൾ അല്ലെങ്കിൽ കിട്ടിയില്ല എങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവോക്ക് ഷെയിം മാനിഫെസ്റ്റഡ് ഇൻ ഫീലിങ്സ് ഓഫ് വർത്ത്ലെസ്നെസ്. അയ്യോ, ഷെയിമിന്റെ കൂടെ കിട്ടുന്ന എന്തുവാണ്? വിലയില്ലായ്മ, വർത്ത്ലെസ്നെസ് ആൻഡ് ഇൻകോമ്പിറ്റൻസ്. ഒരു ഇതിനും ഒന്നിനും കൊള്ളരുതാതെ, ഒരു എന്താ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാതെ കുഞ്ഞുങ്ങൾ വളരും. അപ്പം അവർ തോറ്റുപോകും. സമൂഹത്തിൽ വലിയ ഒരു അഡൽട്ട് ലൈഫിലേക്ക് കയറി വരുമ്പോൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങും? ഇവരിൽ വർത്ത്ലെസ് ഫീലിങ്സ് ആവും. ഇവർ ഇതിനകത്തോട്ട് അച്ചീവ് ചെയ്യത്തില്ല. നോക്ക്, അപ്പൊ വഴക്ക് പറയുന്ന കുട്ടിയെ കണ്ടോ? മുഖത്തുണ്ടാകുന്ന ഭാവമൊക്കെ നോക്കി റിബൽ ചെയ്യുന്നുണ്ടോ? കുഞ്ഞിന്റെ മുഖം നോക്കിയ എൻ്റെ അമ്മേ, റിബൽ കണ്ടോ? Proud. This manifestation could be seen in the toddlers saying no to suggestions or being plainly negativity. കണ്ടോ? നെഗറ്റീവ് ആയിട്ട് വരും. ഒന്ന് എല്ലാം നോ പറയും. നോ നോ ഒന്നിലുമില്ല. അച്ഛനും അമ്മ പറയുന്നത് അനുസരിക്കാതെ ഒരു വല്ലാത്ത രീതിയിൽ വളർന്നു വരും. ഗോയിങ് ബോൾ ഓവർ, റണ്ണിങ് എവേ, കണ്ടോ? ഓർ ഹാവിങ് എ ടാൻട്രം. ആണ് കോപം. ഈ നമ്മളീ പറയത്തില്ല ടെമ്പർ ടാൻട്രം എന്നൊക്കെ പറയത്തില്ലേ, ആകെപ്പാടെ ഒരു അഗ്രസീവ് നേച്ചറിലോട്ടോ ഒക്കെ ഇവർ ആകെപ്പാടെ ഇവർക്ക് തന്നെ ഒരു റിബൽ നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഇടയായിത്തീരും. റിബൽ പ്രോബബിളി ഈ എന്താ പറയുന്നത്, ഷെയിമാണ് ഇവർക്ക്. ഇവർ ബാലൻസ്ഡ് അല്ല. ഈ ടൂ മച്ച് ആയിരിക്കും, ടൂ മച്ച് കൺട്രോൾ, അല്ലെങ്കിൽ ടൂ ലിറ്റിൽ ആയിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഇവർക്ക് ആ ശരിയാ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഈഗോ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യത്തില്ല. അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴും ഷെയിം ആയിരിക്കും. അതിനകത്ത് വർത്ത്ലെസ്നെസ് വരും, ടാൻട്രം ഉണ്ടോ, നെഗറ്റിവിറ്റി സ്റ്റിക്ക്, ഗോയിങ് ലിംബ് ഓൾ ഓവർ, റണ്ണിങ് എവേ. ഇത് കുഞ്ഞുങ്ങൾ ആ സ്റ്റേജിൽ ചിലപ്പോൾ കാണിച്ചെന്ന് വരത്തിരിക്കത്തില്ല. പക്ഷെ പിന്നീട് ഇവർ ഓരോ സ്റ്റേജ് വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന പെരുമാറ്റ വൈകല്യത്തിന് നമ്മുടെ ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴായിരിക്കും നമ്മൾ ഓരോന്ന് അഡ്രസ്സ് ചെയ്ത് വരുമ്പോഴേ എന്താ വരത്തുള്ളൂ. ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ ചോദിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഇങ്ങനെയായിരുന്നു അമ്മ വളർത്തിയ കുഞ്ഞുങ്ങളാണോ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അയ്യോ, ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഒരു മിനിറ്റ്. അത് ന്യായവാദങ്ങൾ പറയുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ. ഓക്കെ, അടുത്തത് സൈക്കോ സോഷ്യൽ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ്. ഇതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താൻ കഴിയും സാറേ. ഈ സ്റ്റേജില് നമുക്കിനി ഇത്രേ ഉള്ളൂ. അതായത് മൂന്നാമത്തെ സ്റ്റേജില് ഈ സ്ലൈഡും കൂടി മാത്രമേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. അതേ പറ്റൂ. അടുത്ത ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ഇതും ഓട്ടോണമിയുടെ ഒരു കണ്ടിന്യൂസ് പാർട്ടാണ് കേട്ടോ. ഓട്ടോണമിയുടെ 3 to 6 years. നിങ്ങൾക്ക് അറിയാം, സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന പ്രായം. അപ്പൊ ഇന്ററാക്ഷൻ ആരുമായിട്ടൊക്കെ ആവും. പിയർ ഗ്രൂപ്പ് ഉണ്ട്, കുട്ടികൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും. ഇന്ററാക്ഷനുടെ ലോകം വളരും. എല്ലാം നിരീക്ഷണങ്ങളായിരിക്കും. ഒരു ഗ്ലാസ് എടുത്ത് കമത്തി ബക്കറ്റിനകത്തോട്ട് താത്തു വെക്കും, പൊക്കും. എല്ലാം നിരീക്ഷണങ്ങളും ആയിരിക്കും. പരീക്ഷണമുണ്ട്, നിരീക്ഷണം. ഇസ് ഇറ്റ് ഓക്കെ ഫോർ മീ ടു ഡു? ചെയ്യാമോ? മൂവ് ആൻഡ് ആക്ട്. ഇത് പഴയ ഓട്ടോണമസ് വേഴ്സസ് ഷെയിമിന്റെ കണ്ടിന്യൂഷൻ പാർട്ടാണ്. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. അപ്പൊ വാക്കിൽ തന്നെ ഉണ്ട് ഗിൽറ്റ് ഫീലിങ്സ് വരാം. ഷെയിം പോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞോ ആരെങ്കിലും? ഇല്ല. Is it okay for me to do? Move and act. Initiative adds to autonomy, the quality of undertaking. കണ്ടോ? ഇവിടെ ഇനിഷ്യേറ്റീവ് ആർട്സ് ടു ഓട്ടോണമി. ഓട്ടോണമിയോട് ചേരുന്ന വരുന്ന ഒരു ഘടകം തന്നെയാണ്. ദി ക്വാളിറ്റി ഓഫ് അണ്ടർടേക്കിംഗ്, പ്ലാനിങ് ആൻഡ് അറ്റാക്കിംഗ് എ ടാസ്ക് ഫോർ ദി സേക്ക് ഓഫ് ജസ്റ്റ് ബീയിങ് ആക്റ്റീവ് ആൻഡ് ഓൺ ദി മൂവ്. ഇവര് പുതിയ കാര്യങ്ങൾ ചെയ്യുക, അത് പരീക്ഷിക്കുക, നിരീക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലേക്ക് പോകുന്നു. ദി ചൈൽഡ് ഈസ് ലേണിംഗ് ടു മാസ്റ്റർ ദി വേൾഡ് അറൌണ്ട് ദം. ചൈൽഡ് മാസ്റ്റർ ചെയ്യാൻ ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ഇന്ന് പഠിച്ചോണ്ട് വരാമോ, ഇങ്ങനെയൊക്കെ പിള്ളേർ ചോദിക്കാം. സംസാരിക്കുന്നത് 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് സംസാരിക്കുമല്ലോ, നല്ല ഇതായല്ലോ. സ്കൂളിൽ പോയിട്ട് വന്ന് സ്കൂളിലെ കാര്യം ഇമിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് വരും. അവരിൽ തന്നെ ഒരു മാസ്റ്റർ ഉണ്ടാവും അല്ലേ. അവർ തന്നെയാവും മാസ്റ്റർ ദി വേൾഡ് അറൌണ്ട് ദം. അവരുടെ ലോകത്തെ അവർ തന്നെ പഠിച്ചെടുക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യും. അതിൽ നിന്നൂടെ അവർ തന്നെ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവുണ്ടാവും. ലേണിംഗ് ബേസിക് സ്കിൽസ് എന്നൊക്കെ എന്താണ്, എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുക, പിന്നെ തനിയെ ഭക്ഷണം കഴിക്കാൻ പഠിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ പഠിക്കും.
ഇനി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്സ് തിങ്സ് ഫാൾ ഡൗൺ അതായത് പ്രിൻസിപ്പിൾസ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സാധനങ്ങൾ താഴെ വീഴുമ്പോൾ ഒന്നും കൂടെ എടുത്തിടും. പിള്ളേർ കണ്ടിട്ടില്ലേ, നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഒന്നും കൂടെ എടുത്തു കൊടുക്കും, വീണ്ടും എടുത്തിടും, എന്നിട്ട് എറിഞ്ഞു നോക്കും. കുറച്ച് കഴിയുമ്പോൾ ബോൾ എറിയാനും 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ബോൾ എടുത്തെറിയുക, കളിക്കാൻ ഒക്കെ പഠിക്കും കേട്ടോ, മൂവ് ചെയ്യാൻ. ഇസ് ഇറ്റ് ഓക്കെ ഫോർ മീ ടു ഡു മൂവ് ആൻഡ് ആക്ട്, ഇതാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് മറന്നു പോയത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. നോട്ട് റൗണ്ട് തിങ്സ് റോള് ഉണ്ടോ, ഉരുണ്ട വസ്തുക്കൾ, അതിൻ്റെ വസ്തുക്കളെല്ലാം ദേ ലേൺ ഹൗ ടു സിപ്പ് ആൻഡ് ടൈ. എങ്ങനെ ഈ സിപ്പ് ചെയ്യുന്നുണ്ടല്ലേ ചില പിള്ളേർ, സിപ്പ് ആൻഡ് ടൈ, തുറക്കാനും ഒക്കെ പഠിക്കുക. കൗണ്ട് ആൻഡ് സ്പീക്ക് വിത്ത് ഈസ്, എണ്ണാനും സംസാരിക്കാനും പഠിക്കുന്നു. അറ്റ് ദിസ് സ്റ്റേജ് ഇത് കാരണം ഒരുപാട് കാര്യങ്ങൾ ലേണിംഗ് സ്കില്ല് വരുന്ന പ്രായമാണിത്. അതിനകത്ത് 3 to 6 years എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ഏജ് എന്ന് പറയാം, പ്രീ സ്കൂൾ ഏജ് ആയിട്ട് പറയാം. റൗണ്ട് തിങ്സ്, ഹൗ ടു സിപ്പ് ആൻഡ് ടൈ, കൗണ്ട് ആൻഡ് സ്പീക്ക് വിത്ത് ഈസസ്. അറ്റ് ദിസ് സ്റ്റേജ് ദ ചൈൽഡ് വാണ്ട്സ് ടു ബിഗിൻ ആൻഡ് കംപ്ലീറ്റ് ദെയർ ഓൺ ആക്ഷൻസ് ഫോർ എ പർപ്പസ്. ഉണ്ടോ, ഒരു ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ എടുക്കുകയും അവർക്കൊരു പർപ്പസ് ഉണ്ട്. അവരുടെ ആക്ഷൻസ് അല്ലെങ്കിൽ അത് ബിഗിൻ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന അവർക്ക് ഉദ്ദേശത്തോടു കൂടി തന്നെ അവരോരോ കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്കറിയാം. പിന്നെ കുട്ടികൾ കളിക്കുന്നതും കുട്ടികൾ പഠിക്കാനിരിക്കുന്നതും അവർ ഓരോന്ന് അടുക്കി പറക്കി വെക്കുന്നതും പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഈ ബ്രിക്സ് മേക്കിംഗ്, ബ്രിക്സ് വെച്ച് ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ ഈ പ്രായത്തിലാണ്, 3 to 6 years. പിന്നെ പൊളിഞ്ഞു വീഴുമ്പോൾ പിന്നെ ഒന്നും കൂടെ വേറെ തരത്തിൽ പണിയുന്നത് ഒക്കെ അങ്ങനെയാണ്. ദി ചൈൽഡ് ഡ്യൂറിങ് ദി സ്റ്റേജ് ഫേസസ് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് പ്ലാനിങ്. ഇവിടെ പ്ലാനിങ്ങിൻ്റെ ഒരു കോംപ്ലക്സിറ്റീസ് ഉണ്ട്, സങ്കീർണതയുണ്ട്. ആൻഡ് ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് ജഡ്ജ്മെന്റ്. കണ്ടോ, അവർ വിധി ഇന്ന കാര്യങ്ങൾ അവർ തന്നെ പറയും, അവർക്ക് തന്നെ മനസ്സിലായി ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അവർ തന്നെ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ചൈൽഡ് ലേൺസ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ് ആൻഡ് പ്രിപ്പയർ ഫോർ ലീഡർഷിപ്പ് ആൻഡ് ഗോൾ അച്ചീവ്മെന്റ് റോൾസ്. പിന്നെ കൊച്ചു കളിയിലെല്ലാം ഏർപ്പെടും. അവർ തന്നെ പ്രിപ്പയർ ചെയ്യും എന്തുവാ, ഇനിഷ്യേറ്റീവ് ആകാൻ. അതായത് ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങാൻ, തുനിഞ്ഞിറങ്ങാൻ ആൻഡ് പ്രിപ്പയർ ഫോർ ലീഡർഷിപ്പ്. കണ്ടോ, മുന്നേ കൊച്ചുങ്ങൾ കണ്ടിട്ടില്ലേ, കളിക്കുമ്പോഴൊക്കെ അവരുടെ ഒരു ലീഡർ കാണും. നീ മുന്നേ വാടാ, ഞാൻ പുറകെ വാടാ, നീ എൻ്റെ വാലയെ പിടിയട, വാലയിലല്ല എന്താ ഉടുവെ പിടിച്ച് കളിക്കുക. പണ്ടൊക്കെ നമ്മുടെ കളി അതൊക്കെയായിരുന്നു. പിന്നെ ലീഡർഷിപ്പ്, എല്ലാത്തിനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ തന്നെത്താനെ ഉണ്ടാക്കി എടുക്കുക. ഇതൊക്കെ അവരിൽ തന്നെ ഇനിഷ്യേറ്റീവ്, എല്ലാ കാര്യത്തിനും സ്വയമായിട്ട് അവരൊരു മുന്നിട്ടിറങ്ങുന്ന ഒരു സ്വഭാവ രീതി വരും. അല്ലെങ്കിൽ ഇവിടെ ഒരു ഗിൽറ്റ് ഫീലിങ്സും അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഗിൽറ്റ് ഈസ് എ കൺഫ്യൂസിങ് ന്യൂ ഇമോഷനാണ്. ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു കൺഫ്യൂസ്ഡ് ആയ ഒരു പുതിയ ഇമോഷനാണ് അവർക്കുണ്ടാകുന്നത്. ഇതിലൊന്നും സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ ദേ മേ ഫീൽ ഗിൽറ്റി ഓവർ തിങ്സ്. അവർ ഗിൽറ്റി ആവും ഓവർ തിങ്സ് ദാറ്റ് ലോജിക്കലി ഷുഡ് നോട്ട് കോസ് ഗിൽറ്റ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഗിൽറ്റ് ഉണ്ടാക്കുന്നതല്ല. നമുക്ക് ദേ മേ ഫീൽ ഗിൽറ്റ് വെൻ ദിസ് ഇനിഷ്യേറ്റീവ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഡിസൈർഡ് റിസൾട്ട്സ്. അവര് തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെതായ രീതിയിൽ ഒരു പർപ്പസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരു ഉദ്ദേശത്തോടു കൂടി അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ മതി, ഈ പ്രായത്തിലുള്ളത് വേറെ ഒന്നും വേണ്ട പഠിക്കാൻ, കുഞ്ഞുങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവരിങ്ങനെ ഒരു പർപ്പസോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് അവർ തോറ്റുപോയാൽ അല്ല അത് വേണ്ട വിധത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു ഗിൽറ്റ് അടിക്കും. മനസ്സിലായോ, ഒരു ഗിൽറ്റ് അടിക്കും വിതിൻ. പിന്നെ കണ്ണിന് ബുദ്ധിമുട്ട് വിതിൻ ഇൻസ്റ്റൻസസ് റിക്വയറിങ് ഇനിഷ്യേറ്റീവ്. കണ്ടോ, അവർക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് അവർ ശ്രമിക്കും, പക്ഷെ ചിലയിടത്ത് അവർ തോറ്റുപോകും. ചൈൽഡ് അവർ ഉദ്ദേശിക്കുന്ന പർപ്പസ്, അവർ ഉദ്ദേശിക്കുന്ന ആ ഡിസൈർഡ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ ഗിൽറ്റ് തന്നെ അടിക്കും. ആൾസോ ഡെവലപ്പ് നെഗറ്റീവ് ബിഹേവിയേഴ്സ്. ഗിൽറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ബിഹേവിയർ അവരിൽ ഫോം ചെയ്യും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഈഗോ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, മറ്റേതെന്ന് പറയുന്നത് ഓട്ടോണമസ് വേഴ്സസ് ഷെയിം, അതിന് മുമ്പിലത്തെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ദീസ് ബിഹേവിയേഴ്സ് ആർ എ റിസൾട്ട് ഓഫ് ദി child developing a sense of frustration for not being able to achieve a good as planned. അതായത് അവർക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടുന്നില്ല, അവർ പ്ലാൻ ചെയ്ത പോലെ അവർ ഉദ്ദേശിച്ചതുപോലെ ഒരു ഫലപ്രാപ്തി ഒന്നിൽ കിട്ടുന്നില്ലെങ്കിൽ അവിടെ അവർക്കൊരു ഗിൽറ്റ് അടിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മളെന്തോ പേരൻസിനെന്തോ അവിടെ റോള് ആ ഫെയിലിയർ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. അതിനാണ്
റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. കുട്ടികളെ നമ്മൾ ബിഹേവിയർ തെറാപ്പി ചെയ്യുമ്പോൾ പോസിറ്റീവ് ഒരു തോൽവി സംഭവിച്ചു, ഒരു കാര്യം അവർ ഉദ്ദേശിച്ചു, ഒരു പർപ്പസോടെ ചെയ്തു, പക്ഷെ ഡിസൈർ റിസൾട്ട് അല്ല കിട്ടി, അപ്പൊ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും, അവർക്ക് ഒരു ഗിൽറ്റ് അടിക്കും. അപ്പൊ നമുക്ക് പേരൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് എന്താ ചെയ്യാൻ പറ്റും, അവരെ അടച്ചാക്ഷേപിക്കാതെ എന്തുപാടാ ഈ മൊട്ട പൂജ്യം കൊണ്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തുപാടായി ചെയ്തു വെച്ചിരിക്കുന്നത്, ഇത് എന്തിനു കൊള്ളാം, നീ എന്തു ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. സാരമില്ലെന്നേ, അതൊന്നും കൂടെ ശ്രമിച്ചു നോക്ക്, നിന്നെ കൊണ്ട് പറ്റും, ഒന്നും കൂടെ ശ്രമിച്ചു നോക്ക്. കണ്ടോ, റീഇൻഫോഴ്സ്. അതായത് അല്ലെങ്കിൽ പേര് പറയാം, നന്ദു പേര്, ഞാൻ ചുമ്മാ പേര് പറഞ്ഞേ, നന്ദു നിന്നെ കൊണ്ട് പറ്റും, മോനെ കൊണ്ട് പറ്റും, ഒന്നും കൂടെ ചെയ്ത് നോക്ക്, സാരമില്ലെന്നേ, പൊളിഞ്ഞു വീഴട്ടെ, ഒന്നും കൂടെ ഒന്ന് ചെയ്യും. കണ്ടോ, അപ്പൊ നമ്മൾ അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്ന് റീഇൻഫോഴ്സ് ചെയ്യും. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. അപ്പൊ അവർ ഒന്നും കൂടെ ചെയ്യാനുള്ള ഒരു പ്രാപ്തരാകും, ആ ഗിൽറ്റ് അങ്ങ് മാറും, അവർ ഇനിഷ്യേറ്റീവ് ചെയ്യും. മനസ്സിലായോ? ഗിൽറ്റ് വരുന്ന എവിടെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. എൻഗേജസ് ബിഹേവിയേഴ്സ് ദാറ്റ് സീം അഗ്രസീവ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, engage in behaviors, planned and engage in behaviors that seems aggressive or ruthless and overly assertive to parents. ഇത്രയും മനസ്സിലാവും. മൊത്തത്തിൽ ഇവര് ഒരുമാതിരി, ഇവർക്ക് ഈ തോൽവി അല്ലെങ്കിൽ പരാജയത്തിൽ ഒന്നും ഉണ്ടാകുന്ന ഒരു ഗിൽറ്റടിച്ചിട്ട് ഇവര് തന്നെ അങ്ങ് ദേഷ്യം വരും, ഒരു ഡിഫെൻസീവ് നേച്ചറായിട്ട് ഇവരിൽ ബിൽഡ് ആവും. അസർട്ടീവ് ടു പേരൻസ്, അഗ്രസീവ് ബിഹേവിയർ സച്ച് ആസ് ത്രോയിങ്, എന്താണ്, ഒബ്ജക്ട്സ്, ഹിറ്റിംഗ് ഓർ എല്ലിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഒബ്സർവബിൾ ബിഹേവിയേഴ്സ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. കണ്ടോ, ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, തുപ്പുക, ഇടിക്കുക, കടിക്കുക, അമ്മയൊക്കെ ആളുകളുടെ മുന്നിൽ വെച്ച് ഇടിക്കുക, അല്ലെങ്കിൽ ചീത്ത പറയുക, മോശം വാക്കുകൾ ഉപയോഗിക്കുക, എന്തെങ്കിലും എടുത്ത് എറിയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർക്ക് തന്നെ അവരോട് തന്നെ ഒരു ഫ്രസ്ട്രേഷൻ, ഒരു നിരാശയും ഒരു ദേഷ്യവും ഒരു നെഗറ്റിവിറ്റിയും ഒരു ഗിൽറ്റിൽ നിന്നുണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച്, പിന്നീടുണ്ടാകുന്ന ഗിൽറ്റിൽ പിന്നീട് ഒരു പർപ്പസ്, ഒരു ഡിസൈർഡ് ഔട്ട്കം അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഗിൽറ്റ്. ഇതെല്ലാം അഡൽട്ട് ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ അവരുടെ സ്വഭാവത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക. ഈ കുഞ്ഞിങ്ങനെ കാണിക്കുന്ന പോലെ തന്നെ ഒരു അഗ്രസീവ് നേച്ചർ ഒരു അഡൽട്ട് ലൈഫിൽ ഉണ്ടാകുന്നെങ്കിലും ബേസിക് ഇതിന് റീസൺ ഉണ്ട്, പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിൽ സ്ഥാനമുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. തീർന്നോ ഖലീൽ സാറേ? ആശ്വാസമായി. ഞാൻ എന്റെ മൈക്ക് ഓൺ ആക്കാൻ മറന്നു. നിങ്ങളിത് കേൾക്കുമ്പോ നിങ്ങള് ബേജാറാവേണ്ട ആവശ്യമില്ല, പേടിക്കണ്ട, ആശങ്കപ്പെടണ്ട. അതായത് നമ്മുടെ മുന്നിൽ ഒരു ക്ലയന്റ് വരുന്ന സമയത്ത്, അത് എത്ര ചെറിയ ആളാവട്ടെ പ്രായമുള്ള ആളാവട്ടെ, അവരിൽ കാണുന്ന ബിഹേവിയറൽ പ്രശ്നങ്ങള് പിന്നെ നമ്മള് നിരീക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ നമുക്ക് ഈ അപ്പോൾ പ്രയോഗിക്കേണ്ട ഒരു സാധനം എന്നുള്ള രീതിയിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതെല്ലാം കൂടി ഇനി എങ്ങനെ തലയിൽ പഠിച്ചിരിക്കും, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ചില ക്ലയന്റുകളിൽ ഇത്തരം ബിഹേവിയറൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇത് സമയാസമയങ്ങളിൽ എടുത്ത് പ്രയോഗിക്കേണ്ടതാണ്. അപ്പോ എറിക്സന്റേതും ഫ്രോയിഡിന്റേതും ഒക്കെ പിന്നെ മനസ്സിലാക്കി വെക്കുക. നമ്മളെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു അതെ ഇനിയിപ്പോ വലുതായി കഴിഞ്ഞാലും അവർ ചെറുതിൽ നിന്നാണല്ലോ വലുതിലേക്ക് വരുന്നത്. അപ്പോ അവിടെ കാണുന്ന ബിഹേവിയർ പ്രശ്നങ്ങളൊക്കെ അത് ഏത് പിന്നെ സ്റ്റേജിൽ ആണ് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഇത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ കാരണം. അപ്പോ പൂർത്തിയാവും. നാളെയും കൂടി നാളെ ഇതിന്റെ ബാക്കിയും കൂടി കേൾക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ. നാളെ എത്ര മണിക്കാണ് സാറേ? നാളല്ലേ വരുത്, മറ്റന്നാള് വ്യാഴം. അപ്പോഴേ നിങ്ങളടുത്ത് പറയാനുള്ളത് രണ്ട് കാര്യം സൂചിപ്പിക്കാണ്ട്. ഒന്ന്, ഒരു ഹ്യൂമൻ എറർ എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ നമ്മൾ നോർമലി പിന്നെ 8:30 തന്നെയാണ് ആരംഭിക്കുക. എന്തെങ്കിലും ഈ പോലെ 9 or 8 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ചോദിക്കണേ എന്തെങ്കിലും ഉണ്ടോന്ന്. ഞാൻ സത്യത്തിൽ ഉറങ്ങി എഴുന്നേൽക്കാൻ 9:30 എന്നൊക്കെ വിചാരിച്ചതാണ് ഫസ്റ്റില്. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഖലീൽ അത് മുക്ത വന്നിട്ട് അത് നോട്ടീസ് ചെയ്തപ്പോഴും ഞാനും വിചാരിച്ചേ, രക്ഷപ്പെട്ടോ, ഒന്ന് കിടന്നിട്ടൊന്ന് എഴുന്നേക്കാരത്, ഒന്ന് ശ്വാസം വിട്ടിട്ട്
ഇനി കിടന്നു, ഇനി എണീക്കണ്ടല്ലോ, ഇനി കിടന്ന് അങ്ങോട്ട് ഉറക്കിക്കോളൂ. പിന്നെ 8-ാം തീയതി നമ്മളുടെ പിന്നെ പ്രാക്ടിക്കൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആരും മറക്കണ്ട, എല്ലാവരും പൊന്നാനിയിലെത്തുക. ഞാനതിന്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിലിടാം. അപ്പൊ ശനിയാഴ്ച എല്ലാരും പൊന്നാനിയിൽ വരുമ്പോഴ് കോഴിക്കോടൻ ബിരിയാണി ഒക്കെ കൊണ്ടുവരിക, കഴിക്കാൻ തയ്യാറായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങള് വരുമ്പോ അവിടെ റെഡിയാക്കണം എന്നാ പറയണ്ടേ. അച്ചോടാ, തിരുവനന്തപുരത്ത് വരുമ്പോ തരാം. കോഴിക്കോടൻ ബിരിയാണി വേണോ പൊന്നാനി ബിരിയാണി വേണോ? എനിക്ക് തോന്നുന്നു പൊന്നാനി ബിരിയാണി കഴിഞ്ഞാണ് കഴിച്ചു, കോഴിക്കോടൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കോഴിക്കോടനാന്ന് തോന്നുന്നു കുറെ കൂടെ ഞാൻ ബെറ്റർ തീരെ ആയിട്ട്. കഴിക്കാത്ത അമേരിക്കൻ ബിരിയാണി. കോഴിക്കോടൻ ഹലുവ ഉണ്ട്, കോഴിക്കോടൻ ഹലുവ. ഹലുവ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും കോഴിക്കോടത്തെ ബിരിയാണി സൂപ്പർ, അതല്ലേ സൂപ്പർ. അപ്പൊ കോഴിക്കോട്ടുള്ളവരെ ആരും മുങ്ങണ്ട, ബിരിയാണി കൊണ്ട് വന്നാൽ മതി, പാഴ്സൽ ഞാൻ കഴിച്ചോളാം കേട്ടോ. പൊന്നാനി ചെമ്മീൻ ബിരിയാണി നല്ലതാണ്.